ഒരു സൗരന്മാരെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? എല്ലാവരിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? സൗണ്ട് കേൾക്കാം ഓക്കെ, കേൾക്കാം ബ്രദർ. താങ്ക് യു. നമ്മള് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭ എന്നുള്ള ഒരു പഠനം, ഒരു സീരീസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാനിതിന്റെ ദൈവസഭയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾസ് ആണ് പഠിപ്പിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നിടത്താണ് നമ്മൾ പലപ്പോഴും ഡോക്ടറിനായിട്ടുള്ള പല കാര്യങ്ങളും ടച്ച് ചെയ്തു പോകുന്നത്. പ്രാക്ടിക്കൽ സൈഡിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഉപദേശ കാര്യങ്ങൾ ചിലത് പറയുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റാണെന്നും പറയേണ്ട ഒരാവശ്യം വരുന്നുണ്ട്. അങ്ങനെ പറയേണ്ടുന്നത് പലപ്പോഴും തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പ്രചരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ അത് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അസുഖം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന്റെ ഒരു ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ വാക്സിനേഷനോ എടുക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ക്രിസ്തീയ ലോകത്തിൽ പടരുമ്പോഴാണ് നമ്മൾ അതിനെതിരെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അതും ഈ ആദ്യത്തെ ഭാഗങ്ങൾ ഞാനതൊക്കെ ചിലതൊക്കെ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, ദൈവത്തിന്റെ മക്കൾ, വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്നുള്ളത് കർത്താവ് എന്ന മൂലക്കല്ലിൽ നിന്ന് ജീവൻ പ്രാപിച്ച ജീവനുള്ള കല്ലുകളാണ്. എന്നാൽ സഭ എന്നുള്ളത് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ആലയമാണ്. ഈ കല്ലുകൾ ചേർത്ത് പണിയപ്പെടുന്ന ജീവനുള്ള ആലയമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, കർത്താവിൽ നിന്ന് ജീവൻ പ്രാപിച്ച അവയവങ്ങളാണ് ഓരോ വിശ്വാസികൾ. എന്നാൽ ദൈവസഭ എന്ന് ഞാൻ പറയുമ്പോൾ അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ചർച്ച ഉള്ളപ്പോൾ തന്നെ പ്രാദേശിക സഭയാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ ദൈവസഭ എന്നുള്ളത് ഈ ജീവനുള്ള അവയവങ്ങൾ ചേർന്ന് ക്രിസ്തു എന്ന തലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനുള്ള ശരീരമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് യേശു ക്രിസ്തു എന്ന ജീവനുള്ള ആ ഗോതമ്പ് മണിയിൽ നിന്നും അല്ലെങ്കിൽ ആ വിത്തിൽ നിന്നും ജീവൻ പ്രാപിച്ച ഗോതമ്പ് മണികളായ വിശ്വാസികൾ ഒരുമിച്ച് പൊടിഞ്ഞു ചേർന്ന് പണിയപ്പെടുന്ന ഒരപ്പമാണ് ദൈവസഭ എന്നുള്ളതാണ്. ആ വിഷയങ്ങൾ നമുക്ക് മുമ്പോട്ട് കുറച്ച് വിശദമായിട്ട് ചിന്തിക്കാം. ആദ്യമായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 17-ാമത്തെ അധ്യായത്തിലെ പൗലോസിന്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് ഈ വിഷയം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ആക്ട്സ് ചാപ്റ്റർ 17:26. അതിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത് എന്നുള്ളതിനെ പറ്റി വളരെ ചുരുക്കമായിട്ട് പൗലോസ് പറയാണ്. പൗലോസിന്റെ അരയോഗ കുന്നിലുള്ള പ്രസംഗമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂതലത്തിൽ ഒക്കെയും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉണ്ടാക്കി. ആൻഡ് ഹി മെയ്ഡ് ഫ്രം വൺ മാൻ എവ്രി നേഷൻ ഓഫ് മാൻകൈൻഡ്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരൊറ്റ വിത്തിൽ നിന്നാണ് മനുഷ്യവർഗത്തെ മുഴുവൻ ഉണ്ടാക്കിയത്. ആദ്യത്തെ വിത്ത് എന്ന് പറയുന്നത് ആദം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ്. അന്നേരം ഈ ഒരു മനുഷ്യൻ എന്നുള്ള പദം എപ്പോഴും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നതാണ്. അന്നേരം അതിന്റെ ഒരു പ്രസക്തി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം എടുത്തത്. അന്നേരം ഒരൊറ്റ മനുഷ്യനിൽ നിന്ന്, ഇല്ലെങ്കിൽ ഒരു വിത്തിൽ നിന്ന് ദൈവം എല്ലാ മനുഷ്യജാതിയെയും ഉളവാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ദൈവം ആദത്തിനെ സൃഷ്ടിച്ചത്. അന്നേരം ആദത്തിന്റെ സൃഷ്ടിയുടെ ഒരു വിശദീകരണം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നേരം ദൈവം എങ്ങനെയാണ് ആ ഫസ്റ്റ് സീഡിനെ ഉളവാക്കിയത് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ പറയാണ്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവനുള്ള വ്യക്തിയായി തീർന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അത്തരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും, മനുഷ്യന് 3 ഭാഗങ്ങളുള്ളവനായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. അവരുടെ ശരീരം ദൈവം മണ്ണിൽ നിന്നെടുത്തു. അതുപോലെ തന്നെ അവന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം എന്നുള്ളത് ശരിക്കും പരിശുദ്ധാത്മാവ് എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ദൈവത്തിന്റെ ജീവൻ അവന്റെ മൂക്കിലേക്ക് ഊതി അവൻ ജീവനുള്ള വ്യക്തിയായി തീർന്നു. അവന് ദേഹി ഉണ്ടായിരുന്നു. നമുക്ക് വായിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് തെസ്സലോനിയർ അതിന്റെ 5:23 വരുമ്പോൾ നമ്മുടെ റിസ്റ്റോറേഷനെ പറ്റി പറയുമ്പോൾ, നമ്മളുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവും ദേഹവും ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായിട്ടും കളങ്കമില്ലാത്തവരെ കാണാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളത് പറയുന്നുണ്ട്. അന്നേരം മനുഷ്യർ 3 ഭാഗമായിട്ടാണ് മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിയിൽ മനുഷ്യന് 3 ഭാഗമുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. ഞാൻ ഇതെടുത്ത് പറയുന്നത് ചിലർ 2 ഭാഗമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. പക്ഷെ ബൈബിളിലെ ഉപദേശത്തിൽ ഇത് ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിന്റെ ലാംഗ്വേജ്, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രീക്കിൽ, ഈ മനുഷ്യന്റെ ഈ 3 ഭാഗത്തും അവന്റെ ജീവനുണ്ട് എന്നും ആ ജീവനെ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളിൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് വിശദീകരിക്കുകയാണ്. നമ്മുടെ ഈ പഠനത്തിന് സഹായകരമാകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിലേക്ക് പോകുന്നത്.
അന്നേരം പുതിയ നിയമത്തിൽ അതിന്റെ മനുഷ്യന്റെ ശാരീരിക ജീവൻ, നമുക്ക് തന്നെ അറിയാം ശാരീരിക ജീവൻ എന്ന് പറയുന്നതും മാനസിക ജീവൻ എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമാണ്. ആത്മീയ ജീവൻ എന്നുള്ളത് പലപ്പോഴും ലോകത്തിലുള്ളവർ വിശ്വസിക്കത്തില്ലെങ്കിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. അന്നേരം മനുഷ്യന്റെ ശാരീരിക ജീവന് അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ ബയോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ബയോളജി എന്ന പദം ഉളവായി വന്നത്. അന്നേരം ശാരീരികമായിട്ടുള്ള പഠനത്തെ പറ്റിയുള്ള, ശാരീരിക ജീവനെ പറ്റിയുള്ള പഠനത്തിനെ പറ്റി. അതുപോലെ തന്നെ മനുഷ്യന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ദേഹിയിൽ അവനൊരു ജീവനുണ്ട്, ഇല്ലെങ്കിൽ അവന്റെ മാനസിക ജീവൻ, ഇല്ലെങ്കിൽ സോൾ ലൈഫ് എന്ന് പറയാനായിട്ട് കഴിയും, ദേഹീപരമായ ജീവൻ. അതിന്റെ ഒറിജിനൽ ഗ്രീക്കിൽ അതിനെ സൈക്കെ, PSYCHE, സൈക്കെ, അല്ലെങ്കിൽ ആ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. സൈക്കോളജി നമുക്കറിയാം മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനഃശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം എന്നുണ്ടായിരിക്കുന്നത് അതിൽ നിന്ന്. മൂന്നാമത്തെ ജീവനെ പറ്റി ബൈബിൾ പറയുന്ന ജീവനാണ്, അത് എറ്റേണൽ ലൈഫ് എന്നുള്ള പദം ഉപയോഗിക്കാനായിട്ട്, ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ജീവൻ എന്നുള്ള പദം ഉപയോഗിക്കാനായിട്ട് ആ ജീവനെ ഉപയോഗിക്കുന്ന പദമാണ് സോയ എന്നുള്ളത്. അതാണ് യേശു ക്രിസ്തു എപ്പോഴും പറയുമ്പോൾ ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകാനായിട്ടുമാണ് എന്ന് പറയുമ്പോൾ ഈ എറ്റേണൽ ലൈഫിനെ പറ്റിയാണ് ആ പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഞാനിത് ഒന്ന് വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ ആ ഒരു വിത്തിൽ യഥാർത്ഥത്തിൽ ഈ മൂന്ന് ജീവനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മനുഷ്യൻ ദേഹിയിലും ദേഹത്തിലും ആത്മാവിലും ജീവനുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അനന്തരം ദൈവം അത് മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി, തന്റെ പദ്ധതി പറയുന്നതാണ്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് പറഞ്ഞു. എല്ലാ ഇഴജാതികളിലും മേലും വാഴട്ടെ, അവൻ ആധിപത്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അതിന്റെ ഉദ്ദേശം അവിടെ കാണിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ റൂളിന്റെ കീഴിൽ ആയിരിക്കുകയും അതേപോലെ മനുഷ്യന്റെ ആധിപത്യത്തിന്റെ കീഴിൽ എല്ലാം, ആകാശത്തിലെയും ഭൂമിയിലെയും സമുദ്രത്തിലെയും എല്ലാത്തിന്റെ മുകളിൽ മനുഷ്യന് ആധിപത്യം ഉണ്ടായിരിക്കണം എന്ന് പറയാം. അതായത് എങ്ങനെയാണ് മനുഷ്യനെ ദൈവം റൂൾ ചെയ്തിരുന്നത്? ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് വന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ ദൈവം റൂൾ ചെയ്തിരുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായിട്ട് ഇടപെടുകയും മനുഷ്യന്റെ ആത്മാവിൽ കൂടി അവന്റെ ദേഹി, അവന്റെ ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുകയും അതുവഴി അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുകയും അങ്ങനെ മനുഷ്യന്റെ ശരീരം ദൈവത്തിന്റെ ജീവനെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ദൈവം മനുഷ്യനിൽ കൂടി തന്റെ സാദൃശ്യവും തന്റെ സ്വരൂപവും വെളിപ്പെടുത്തിയിരുന്നത്. അന്നേരം അതുകൊണ്ടാണ് മനുഷ്യനെ ഈ 3 ഭാഗം ഉള്ളവനായിട്ട് തന്നെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഈ പറയുന്ന കാര്യം ദൈവം പറയുന്നുണ്ട്. അതിന്റെ 28-ാമത്തെ വാക്യം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ ബ്ലെസ് ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ പറഞ്ഞു. നേരത്തെ ദൈവത്തിന് മനസ്സിലുള്ള പ്ലാൻ മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം മനുഷ്യനെ അനുഗ്രഹിച്ചിട്ട് പറയണം. അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യനിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാവുകയും ഇവരെല്ലാവരും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയും ഇവർ ഭൂമിയെ നിയന്ത്രിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആ പ്ലാനായിട്ട് അവിടെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. അന്നേരം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സബ്ജക്റ്റിൽ ജസ്റ്റ് ഒന്ന് മാറി പറയുകയാണ്. ഇവിടെ ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തിലെയും ഉള്ളതിനെയും ആകാശത്തിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും എല്ലാം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ്, അവസാനമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ധനവാനായിട്ടുള്ളൊരു മനുഷ്യൻ, അവനൊരു ആ കുടുംബത്തിൽ അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ട് മകൻ ജനിക്കുന്ന പോലെ ഇപ്പോഴും നമ്മളുടെ ആൾക്കാരൊക്കെ സ്ത്രീകളൊക്കെ ഗർഭിണികളാകുമ്പോൾ അവർ ഡെലിവറി ആയതിനു ശേഷമല്ല കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്, നേരത്തെ തന്നെ ഒരുക്കും. പക്ഷെ എല്ലാ ജീവിതകാലത്തേക്കുള്ള എല്ലാം ഒരുക്കി വെക്കുകയില്ല. പക്ഷെ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാം ഒരുക്കി വെച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുക്കി വെച്ചിരുന്നു.
എന്നിട്ട് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഇതിൻ്റെ ഇതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, മനുഷ്യൻ ഇതിൻ്റെ ഒന്നും പുറകെ ഓടേണ്ട കാര്യമില്ല. മനുഷ്യൻ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലായിരിക്കുക, ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിലായിരിക്കുക, മനുഷ്യൻ ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കുക, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ ആ റെസ്റ്റിലായിരിക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം മനുഷ്യൻ അന്വേഷിക്കാതെ ദൈവം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത്. അന്നേരം മനുഷ്യന്റെ ആദ്യത്തെ ദിവസം ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയുടെ അവസാനത്തെ ദിവസമായിരുന്നു. ദൈവം മനുഷ്യനും തമ്മിൽ ഒരു ഫെലോഷിപ്പിലായിരുന്നു. അതിനെയാണ് ശബത്ത് എന്നുള്ള വാക്ക് ശരിക്കും യഥാർത്ഥത്തിലോട് ഒറിജിനൽ അസ്വസ്ഥത എന്നുള്ളത് എബ്രായലേഖനത്തിലേക്ക് പോകുമ്പോൾ വിശദീകരിക്കുന്ന ആ സ്വസ്ഥതയിലായിരുന്നു മനുഷ്യൻ. അന്നേരം ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ ഒരു സ്വസ്ഥതയിലായിരിക്കുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിന്റെയും പുറകെ ഓടേണ്ട കാര്യമില്ലെന്നാണ് ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇത് യേശുക്രിസ്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ജാതികൾ അന്വേഷിക്കുന്ന പോലെ ഇന്ന കാര്യത്തിനെ പറ്റി, മക്കളെ പഠിപ്പിക്കുന്നതിനെ പറ്റി, മക്കളുടെ ജീവിതത്തെ പറ്റി, മക്കളുടെ ജീവിതം എങ്ങനെയായി തീരുമെന്നുള്ളതിനെ പറ്റി, കല്യാണം കഴിക്കുന്നതിനെ പറ്റി, വീട് വെക്കുന്നതിനെ പറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ദൈവം തന്റെ മക്കൾക്ക് ഇതെല്ലാം വേണമെന്നറിയുന്നു മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രിൻസിപ്പിൾ ആദ്യം ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം എല്ലാ മനുഷ്യനും ഒരുക്കി കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈവൻ ഭാര്യയെ പോലും ദൈവമാണ് ഒരുക്കി കൊടുക്കുന്നത്. സൃഷ്ടി എല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യന് എല്ലാം ഉണ്ടായിട്ടും അവനൊരു തക്ക തുണയില്ല എന്ന് ദൈവം കണ്ടിട്ട് ദൈവം ഒരുക്കി കൊടുക്കുകയാണ് മനുഷ്യന് വേണ്ടിയിട്ട്. അന്നേരം ആദ്യത്തിന്റെ നമ്മുടെ പലപ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ ഇതാണല്ലോ, ഇപ്പൊ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ശരിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യത്തിന്റെ മാരേജ് എങ്ങനെയുള്ളതായിരുന്നു? ആദ്യത്തിന്റെ മാരേജ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ അറേഞ്ച് ചെയ്തത് ആരാണ്? ആദ്യത്തിന്റെ മാതാപിതാക്കളല്ല, ആദ്യത്തിന് മാതാപിതാക്കളൊന്നും ഇല്ലായിരുന്നു, ദൈവം തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അന്നേരം എല്ലാ സമയത്തും ദൈവം അറേഞ്ച് ചെയ്യുന്ന മാരേജ് ആണ് നല്ലത്. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇതൊരു ലവ് റിലേഷനും ഉണ്ടായിരുന്നു. ആദം സ്ത്രീയെ, ദൈവം തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന സ്ത്രീയെ കാണുമ്പോൾ ആദം പറയുന്നത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മാച്ച് എന്നുള്ളതാണ് മനുഷ്യൻ പറയുന്നത്. അതായത് ദൈവം ഒരുക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവം ഒരുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് മാച്ചിനെ തന്നെയാണ് ഒരുക്കുന്നത്. അത് നമുക്ക് അവിടുന്ന് കാണാനായിട്ട്. കാരണം ദൈവം മനുഷ്യന്റെ മുമ്പിൽ കൂടി എല്ലാ മൃഗങ്ങളെയും മുമ്പിൽ കൂടി വിട്ടിട്ട് മനുഷ്യന് ദൈവം ആവശ്യമുള്ളത് ദൈവം തെരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ് അവിടെ വായിക്കാൻ കഴിയും. ഞാൻ അതിന്റെ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉൽപ്പത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവരാജ്യം അന്വേഷിക്കുന്ന, ദൈവഹിതത്തിന്റെ നടുക്കായിരിക്കുന്ന ഒരു മനുഷ്യൻ വറി ചെയ്യേണ്ട കാര്യമില്ല, ഒന്നിനെ പറ്റിയും വറി ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെട്ടതെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ആകുലചിന്തകൾ ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ട്രസ്റ്റിൽ നിന്നുള്ള ഒരു പിന്മാറ്റമാണ് ആകുല ചിന്തകൾ, വറീസ് എന്നുള്ളത് നമ്മളെ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്നാലും ഇങ്ങനെ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഒരു ക്ലോസ് ഫെലോഷിപ്പിലായിരുന്നു. ദൈവം ഇവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊക്കെ ചിന്തിച്ച കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ റിലേഷനിൽ നിന്നും പിശാച് വന്നിട്ട് ഇവനെ തെറ്റിച്ചു കളയുന്നു. അതോടുകൂടി മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വേർപെടുന്നു. അങ്ങനെ മനുഷ്യൻ മരിക്കുന്നു എന്ന് അവിടെ കാണാനായിട്ട്. അന്നേരം ദൈവം ഇത് വാൺ ചെയ്തിരുന്നു, നീ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി, ഞാൻ നിനക്ക് നന്മയും തിന്മയും ചൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷനിൽ നിന്ന് മാറി നീ സ്വയമായിട്ട് എപ്പോൾ നന്മയും തിന്മയും ചൂസ് ചെയ്യുന്നു അതോടുകൂടി നീ മരിക്കുമെന്ന് ദൈവം വാൺ ചെയ്തിരുന്നു. ഇതിന്റെ ഒരു ഓർഡർ ഞാൻ പറയാനായിട്ടൊക്കെയാണ്. കാരണം വീണ്ടും ജനനത്തിന്റെ ഒരു ഓർഡർ മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയേ ഉള്ളൂ. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? പിശാജ് ഏദനിൽ കടന്നു വരികയും പിശാജ് ഒരു കള്ളം പ്രീച്ച് ചെയ്യാണ്. കള്ളം പ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ സത്യത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു കള്ളം പറയാണ്. നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം എന്നുള്ള കള്ളം പ്രീച്ച് ചെയ്യാണ്. ഈ കള്ളം ആദം വിശ്വസിക്കുക. ആദം വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നടക്കുന്നുണ്ട്, ഒരു മാനസാന്തരം നടക്കുന്നു. ഈ മാനസാന്തരം എന്നുള്ളത് ഒരു സ്പിരിച്വൽ വാക്കൊന്നുമില്ല. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. എങ്ങോട്ട് തിരിക്കും എന്നുള്ളതാണ് വിഷയം. അന്നേരം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന, ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആ മനുഷ്യൻ തന്റെ മനസ്സ് പിശാചിലേക്ക് തിരിക്കുകയും പിശാചിന്റെ കള്ളമില്ലെങ്കിൽ പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു. ഇതാണ് ആദത്തിന്റെ വീഴ്ചയിൽ നടക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് പിശാചിൽ വിശ്വസിച്ച, കള്ളം വിശ്വസിച്ച മനുഷ്യൻ മരിക്കുകയും ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപോവുകയും ചെയ്തു. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എന്ത് മരണമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 3 ജീവനെ പറ്റി ഞാൻ വിശദീകരിച്ചതുകൊണ്ടാണ്. മനുഷ്യൻ ശാരീരികമായിട്ട് മരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാരീരികമായിട്ട് അവൻ അലൈവായിരുന്നു. അവൻ മാനസികമായിട്ട് അവൻ്റെ മരണം നടന്നില്ല. അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു, അവന് വിചാരങ്ങളും വികാരങ്ങളും എല്ലാം മുമ്പോട്ടും അലൈവായിരുന്നു. എന്നാൽ അവൻ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ സ്പിരിച്വലി മരിച്ചു എന്നാണ് പറയുന്നത് അർത്ഥം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനെ നിന്ന് വേർപെടുക, വേർപാടാണ് മരണം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അന്നേരം മനുഷ്യൻ ആത്മീയനായി മരിക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് ആദത്തിനെ പറ്റി ഇങ്ങനെ പറയാനായിട്ട് കഴിയും.
ആദം പാപം ചെയ്തപ്പോൾ ആദം he was spiritually dead, soulishly active, soulishly alive and physically active. സ്പിരിച്വലി ആത്മീയമായി മരിച്ചവനും ദേഹീപരമായിട്ട് ജീവനുള്ളവനും ശാരീരികമായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവനും വരെ. അന്നേരം രണ്ട് ഭാഗങ്ങളിൽ അവന് ജീവൻ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല മനുഷ്യനെ നിയന്ത്രിച്ചിരുന്ന ദൈവത്തിന്റെ ആത്മാവായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിട്ടു മാറുമ്പോൾ മനുഷ്യനൊരു പാപ സ്വഭാവം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ആ പിശാചിന്റെ സ്വഭാവം അവനെ നിയന്ത്രിക്കുകയും ആ പാപ സ്വഭാവം അവന്റെ ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുകയും അവൻ പിശാചിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് പാപത്തിന്റെ അടിമയായിട്ട് മാറുകയും ചെയ്തു. യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ അടിമയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവനെ റൂൾ ചെയ്യാനായിട്ടാണ് സൃഷ്ടിച്ചത്, എന്നാൽ അവൻ പിശാചിന്റെ അടിമയായിത്തീരുന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ആ ഫസ്റ്റ് സീഡ് ദൈവം ഭൂമിയിൽ നിന്ന് എടുത്ത മനുഷ്യവർഗത്തെ ഉളവാക്കാനായിട്ട് എടുത്ത ആ ഫസ്റ്റ് സീഡ് കറപ്റ്റഡ് ആയിത്തീർന്നു. ആ കറപ്റ്റഡ് ആയതോടുകൂടി ആ സീഡിൽ നിന്ന് ജനിക്കുന്ന എല്ലാ വ്യക്തികളും ഈ കറപ്ഷനോട് കൂടിയാണ് ജനിക്കുന്നത് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്താണ് ആ കറപ്ഷൻ? അവിടെ നമ്മൾ കാണുന്നത് പോലെ ആദത്തിനെ പോലെ തന്നെ ആദത്തിൽ നിന്ന് ജനിക്കുന്ന എല്ലാ മനുഷ്യരും ആത്മീയരായി മരിച്ചവരും ദേഹീപരമായിട്ട് ജീവനുള്ളവരും ഫിസിക്കലി ആക്റ്റീവായിട്ട് ഫിസിക്കലി ജീവനുള്ളവരുമായിട്ടാണ് ജനിക്കുന്നത്. സ്പിരിച്വലി ഡെഡ്, സോളിഷ്ലി അലൈവ് ആൻഡ് ഫിസിക്കലി ആക്റ്റീവ്. ഈ ഒരു രീതിയിലാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരും ജനിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, റോമാലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം സർവ്വ ജാതിയെയും ഉളവാക്കി എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം അതിന്റെ 5:12 പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഒരേ മനുഷ്യനിൽ നിന്ന് തന്നെ പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ മരണം സകല മനുഷ്യനും വ്യാപിച്ചു. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇതാണ് ഈ ഭൂമിയിൽ ദൈവം ഉളവാക്കിയ ആദ്യത്തെ വിത്തിൽ നിന്ന് ജനിച്ച എല്ലാ സീഡ്സിന്റെയും അവസ്ഥ. ഈ ഒരു രീതിയിൽ ഈ കറപ്റ്റഡ് ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് എല്ലാവരും ജനിക്കുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വലി ഡെഡ് ആയിട്ട്, സോളിഷ്ലി അലൈവ് ആയിട്ട്, ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട്. അന്നേരം എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ? ദൈവത്തിന് എങ്ങനെയാണ് ഇതിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നത്? അന്നേരം അത് യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി പൂർത്തീകരിക്കുകയാണ്. ഇതാണ് പഴയ നിയമത്തിൽ കൂടി ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം രണ്ടാമത് ഒരു വിത്തിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടാമത് ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സെക്കൻഡ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ആദ്യത്തിൽ നിന്നുള്ള ഈ കറപ്ഷൻ ഇല്ലാത്ത ഒരു രണ്ടാമതൊരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരണം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഈ 3 ഭാഗത്തിലും യഥാർത്ഥത്തിൽ ജീവനുള്ളവനായി രണ്ടാം മനുഷ്യനായി ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വരികയാണ്. അത് നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ, ആ 15-ാമത്തെ അധ്യായത്തിന്റെ കോണ്ടക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു വിത്ത് വിതയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. 45 എന്നുള്ള വാക്യങ്ങൾ, അതിന് മുമ്പത്തെ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നതിനെ പറ്റിയും അതിന്റെ വിത്ത് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായിട്ട്. അന്നേരം മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയതിന്റെ ആ ഒരു ഡീറ്റെയിൽ പൗലോസ് വിശദീകരിക്കുകയാണ്. എന്ന് എഴുതിയിരിക്കുന്നല്ലോ, ഒടുക്കത്തെ ആദം എന്ന് പറയുമ്പോൾ രണ്ടാം മനുഷ്യനെന്ന് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ആദം എന്നാണ് പറയുന്നത്. കാരണം ഈ ആദം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുടെ തുടക്കമാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു പുതിയ സൃഷ്ടിയുടെ തുടക്കമായിട്ടാണ് മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് കൊലോസ്യലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഒടുക്കത്തെ ആദം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അതായത് 2 മനുഷ്യരെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ 2 മനുഷ്യരെ പറ്റിയുള്ള കോൺട്രാസ്റ്റ് ആണ് നമ്മൾ റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലും തുടർച്ചയായിട്ട് വൺ മാൻ എന്ന് 2 പേരെ പറ്റി തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ ആദ്യത്തെ മനുഷ്യനിൽ നിന്ന് രണ്ടാമത്തെ മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണെങ്കിൽ ഇവിടെ ഈ 2 മനുഷ്യരെ പറ്റിയുള്ള സിമിലാരിറ്റിയും കോൺട്രാസ്റ്റുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവരാണെങ്കിൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവരാണ്. ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും എന്താണ്? ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞിട്ട് പറയാം. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ 2 വിത്തും പാപമില്ലാത്തവരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അവനിൽ പാപമില്ലായിരുന്നു പറഞ്ഞത്. ഈ പാപം കടന്നു വന്നപ്പോഴാണ് ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ 2 വിത്തിലും യഥാർത്ഥത്തിൽ ജീവൻ ഉള്ളവരായിട്ട് പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണ മനുഷ്യരായിട്ടാണ്. അതുകൊണ്ട് പൂർണ്ണ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ വന്ന് 2 പേരേ ഉള്ളൂ, ഒന്ന് ആദവും ഒന്ന് യേശു ക്രിസ്തു. എന്നാൽ ഇതൊരു സിമിലാരിറ്റിയാണ്. ദേ ബോത്ത് വെർ സിൻലെസ് ആൻഡ് ബോത്ത് ഹാഡ് ലൈഫ്. എന്നാൽ ഡിഫറൻസ് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഒന്നാം മനുഷ്യനെ ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചെങ്കിൽ രണ്ടാം മനുഷ്യൻ യഥാർത്ഥത്തിൽ വചനം ജഡമായി തീർന്ന മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. ഇത് ഫിലിപ്പി ലേഖനത്തിലും യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലൊക്കെ അതിന്റെ ഡീറ്റെയിൽ പറയുന്നത്. അതിന്റെ ഒരു തിയോളജിക്കൽ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
എന്നാൽ രണ്ടാമത് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ ജനിക്കുകയായിരുന്നു, മറിയയിൽ കൂടി ഭൂമിയിലേക്ക് ജനിക്കുകയായിരുന്നു എന്നുള്ള വ്യത്യാസം. മൂന്നാമതൊരു വ്യത്യാസമുണ്ട്, നമ്മൾ നേരത്തെ കണ്ടത് രണ്ടാമത്തെ മനുഷ്യൻ ഒരു പൂർണ്ണമായിട്ട് മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ, ഒന്നാമത്തെ മനുഷ്യൻ ഒരു മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു വന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നാണ്. വേർഡ് ബിക്കെയിം ഫ്ലെഷ്. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നായിരുന്നപ്പോഴും ദൈവമായിരുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ മനുഷ്യൻ എന്നുള്ള ആ ഒരു ആസ്പെക്ട് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നാൽ ഒന്നാമത്തെ മനുഷ്യനിൽ കൂടി ദൈവം ആഗ്രഹിച്ചിരുന്ന ആ റൂളിങ് രണ്ടാമത്തെ മനുഷ്യനിൽ കൂടി ദൈവം റെസ്റ്റോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് റോമാലേഖനം 5-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞു, റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോഴേക്കും ഈ രണ്ടാം മനുഷ്യനിൽ കൂടി ദൈവം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വന്നില്ല, ഒരു വാക്യം മാത്രം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 17 പറഞ്ഞിരിക്കുകയാണ്, ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു എന്ന ഏകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മാൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അന്നേരം മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ യഥാർത്ഥ റൂളിംഗ് പർപ്പസ് എന്നുള്ളത് അത് യേശുക്രിസ്തു എന്ന രണ്ടാം മനുഷ്യനിൽ കൂടി ദൈവം റെസ്റ്റോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. അന്നേരം ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം രണ്ടാമത്തെ മനുഷ്യനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നു. യേശുക്രിസ്തു പാപമില്ലാത്തവനായി ദൈവത്തിന്റെ ഭൂമിയിലേക്ക് രണ്ടാം മനുഷ്യൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വിത്തായി ഭൂമിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യരെ എല്ലാവരെയും ജീവിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ വെളിച്ചം അവനിൽ കൂടി പുറത്തുവിടാനായിട്ട് കഴിയുന്ന, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും വീണ്ടും മനുഷ്യർ കൂടി വെളിപ്പെടുത്താൻ കഴിയുന്ന ജീവൻ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ ജീവനെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നത് സോയെ എന്നുള്ള വാക്കുകൊണ്ടാണ്. ആദ്യത്തെ മനുഷ്യന് പിശാജ് ടെംപ്റ്റ് ചെയ്തതുപോലെ തന്നെ, കള്ളം പറഞ്ഞ് ടെംപ്റ്റ് ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ മനുഷ്യനെയും പിശാജ് ടെംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കറപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പിശാചിനെ ജയിച്ചു എന്ന് ദൈവവചനം ഉടനീളം പറഞ്ഞിരിക്കുന്നു. അന്നേരം യേശുക്രിസ്തു പാപം ഇല്ലാത്തവനായി ഈ ഭൂമിയിൽ വന്നു, പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചു എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇനി മുമ്പോട്ട് പോകുന്ന വാക്യത്തിൽ ആണ് യേശുക്രിസ്തു വളരെ ശക്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഒരു യഥാർത്ഥ മർമ്മം അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് യേശുക്രിസ്തു പറയുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 12:23. അവിടെ യേശുക്രിസ്തു, അതിന്റെ കോണ്ടക്സ്റ്റ് ഞാൻ പറയുന്നില്ല, അത് യഹൂദന്മാരിൽ യവനന്മാർ ഗ്രീക്കായിട്ടുള്ള ആൾക്കാർ യേശുക്രിസ്തുവിനെ കാണാൻ വരുമ്പോഴാണ്. അതിന്റെ കോണ്ടക്സ്റ്റ് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആ വിഷയം ടച്ച് ചെയ്യാതെ പോവാണ്. യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു അവരോട് ഉത്തരം പറഞ്ഞത് അതിന്റെ 23-ാമത്തെ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അന്നേരം യേശുക്രിസ്തുവിന്റെ തേജസ്കരണത്തിന്റെ നാഴിക വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ഒരു പെർട്ടിക്കുലർ നാഴികയിലേക്ക് ഹവർ ഹാസ് കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നാഴിക എത്തിയിരിക്കും. അന്നേരം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പല പ്രാവശ്യം പറയുന്നുണ്ട്, എന്റെ നാഴിക വന്നിട്ടില്ല, എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പലയിടത്തും പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ നാഴിക വന്നിരിക്കുന്നു, ഒരു പെർട്ടിക്കുലർ സമയത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ആ സമയത്തിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്, അത് തേജസ്കരിക്കപ്പെടാനുള്ള നാഴികയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. തേജസ്കരിക്കപ്പെടുന്നതിന്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഗോതമ്പ് മണി ഇല്ലെങ്കിൽ ഒരു ജീവനുള്ള ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യേശുക്രിസ്തു എന്താണ് ഇവിടെ പറയുന്നത്? യേശുക്രിസ്തു ഇവിടെ തന്നെ അവതരിപ്പിക്കുന്നത് ഒരു ജീവനുള്ള ഗോതമ്പ് മണിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വിത്തായിട്ടാണ് യേശുക്രിസ്തു തന്നെ അവതരിപ്പിക്കുന്നത്. അന്നേരം ഒരു വിത്തിന്റെ ഏറ്റവും പ്രത്യേകത അതിന് ജീവൻ ഉളവാക്കാനായിട്ടുള്ള ശക്തി ആ വിത്തിന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്, അല്ലെ? ആ ഒരു വിത്തിന്റെ ഉള്ളിലുള്ള ആ ജീവനാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഈജിപ്ഷ്യൻ മമ്മീസ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, നൂറ്റാണ്ടുകൾ ഇങ്ങനെ ശവങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ശവക്കല്ലറയാണ് ശരിക്കും. അന്നേരം ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഇവർക്ക് ശവക്കല്ലറയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇവരുടെ ചിന്ത. എന്നാൽ ഇവർ മമ്മികളിൽ തന്നെ വിത്തുകൾ, പല തരത്തിലുള്ള വിത്തുകൾ ഇട്ടിരിക്കും ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷം ചില മമ്മികൾ തുറക്കുമ്പോൾ ആ വിത്തുകൾ അവിടെ തന്നെ കിടപ്പുണ്ട്. എന്നാൽ ആ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ വിത്ത് എടുത്ത് കുഴിച്ചിടുമ്പോൾ തന്നെ ആ വിത്തിൽ നിന്ന് ജീവൻ പൊളും. എന്നാൽ ആ ജീവൻ നഷ്ടപ്പെടുന്നില്ല, ജീവൻ അവിടെ നിലനിൽക്കുക. അന്നേരം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജീവനുള്ള ഒരു ഗോതമ്പ് മണിയാണ്. എന്നാൽ
കർത്താവ് പറയാണ്, എന്നാൽ ആ എന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ജീവനുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പെർട്ടിക്കുലർ കാര്യം നടന്നില്ല എങ്കിൽ അതുകൊണ്ട് ലോകത്തിൽ ആർക്കും ഒരു പ്രയോജനവും യേശുക്രിസ്തുവിന്റെ ജീവിതം കൊണ്ടില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് അൺലെസ് എന്നുള്ള 2 വാക്ക് പറയുന്നത്. അവിടെ പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. തനിയെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്നാലും യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരു സിൻലെസ് സീഡായിട്ട് ഈ ഭൂമിയിൽ വന്നു, സിൻലെസ് ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ആ യേശുക്രിസ്തുവിന്റെ സിൻലെസ് ബർത്തും സിൻലെസ് ലൈഫ്, പാപം ചെയ്യാത്ത ജീവിതവും കൊണ്ട് ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു കാലത്തും ഒരു പ്രയോജനം ഉണ്ടാകും, അൺലെസ് യേശുക്രിസ്തു നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ. ഈ നിലത്ത് വീണ് ചാവുക എന്നുള്ളത് ക്രൂശിൽ ഉയർത്തപ്പെടുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉയർത്തപ്പെട്ടാൽ. ഇത് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ തേസ്കരിക്കപ്പെടുന്ന ആളെ എഴുതുന്നു പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനം കൊണ്ടോ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായിട്ടുള്ള പഠിപ്പീരുകൊണ്ടോ ഗിരിപ്രഭാഷണം കൊണ്ടോ ഇതുകൊണ്ടൊന്നും ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല അൺലെസ് യേശുക്രിസ്തു നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ എന്നുള്ളതാണ് യേശുക്രിസ്തു കൂടെ പറയുന്നതിന്റെ അർത്ഥം. പൗലോസ് ഇത് തന്നെ അഫേം ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, എല്ലാം വ്യർത്ഥമാണെന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന് മരണം നടക്കണം, മരിച്ചു വരട്ടെ. അതുകൊണ്ട് ഈ തേജസ്കരണമാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം അതിന്റെ തൊട്ടു മുമ്പ്, തേജസ്കരണത്തിന് മുമ്പ് നടക്കേണ്ടത് മരണമാണെന്നുള്ളതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തു നല്ല മനുഷ്യനാണ്, നല്ല പഠിപ്പീരികളൊക്കെ പഠിപ്പിച്ചു. അതിൽ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കാനായിട്ട് പലർക്കും കഴിയുന്നില്ല. ചില മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞു എന്നെ വിശ്വസിക്കുന്നത്. എന്നാലും ഞാൻ പേരും പറയട്ടെ, യേശുക്രിസ്തു നല്ല മനുഷ്യനാണെന്ന് പറയുന്നതും പന്ന മനുഷ്യനാണെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടാണെങ്കിലും മനുഷ്യർക്കൊന്നും അതുകൊണ്ട് പ്രയോജനമില്ല. യേശുവിനെ നല്ല ടീച്ചറായിട്ട് കണ്ടതുകൊണ്ടോ യേശുക്രിസ്തു മോശം മനുഷ്യനാണെന്ന് പറയുന്നതുകൊണ്ടോ ഇതൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടാക്കുകയില്ല. കാരണം ഇത് രണ്ടും കൊണ്ടും മനുഷ്യന് പ്രയോജനമില്ല. കാരണം യേശുക്രിസ്തു നല്ല ജീവിതം ജീവിച്ചാലും മോശം ജീവിതം ജീവിച്ചാലും അത് അതിൽ തന്നെ മനുഷ്യന് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. യേശുക്രിസ്തു പാപമില്ലാത്ത ജീവിച്ചത് പാപത്തിന് പകരമായിട്ടുള്ള മരണത്തിന് വേണ്ടി തന്നെ ഒരുക്കുകയായിരുന്നു. വേറൊരു ഇതിൽ പറഞ്ഞാൽ യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജനിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ചത് പാപത്തിന് പരിഹാരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മരിക്കാൻ വേണ്ടിയാണ്. ആ മരണം നടന്നിട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു മനുഷ്യനും യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനോ ഒന്നും കഴിയില്ല, യേശുക്രിസ്തുവിനെ ആയിരിക്കാനോ അനുഗമിക്കാനോ കഴിയത്തില്ല. അന്നേരം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അന്നേരം എന്നാൽ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ എന്ത് സംഭവിക്കും? ചത്താൽ ഇതിൽ കൂടി വളരെ വിളവുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അന്നേരം ഈ കാര്യം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചാൽ എന്താണ് കർത്താവ് അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്, എന്താണ് കർത്താവ് അതിൽ കൂടി മുൻപോട്ട് കാണുന്ന കാര്യം, എന്താണ് ദൈവത്തിന്റെ പർപ്പസ് എന്നുള്ളതാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച കുറെ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സുവിശേഷം ഒരിക്കലും നമ്മൾ വായിച്ചു നോക്കും, എവിടെയും അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ മെസ്സേജ് എല്ലാവർ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയാനായിട്ട് കഴിയില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ പ്രൈമറിലി കർത്താവ് ഇവിടെ എന്താണ് പറയുന്നതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു മരിക്കുന്നത് ഒരു പാസ് ഓവർ ഡേയിലാണ്, അല്ലെങ്കിൽ പെസഹ ദിവസത്തിലാണ് മരിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രൂട്ടിന്റെ ദിവസത്തിലാണ്, ഡേ ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ടിലാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗത്ത് 15-ാമത്തെ അധ്യായത്തിൽ ഈ വിഷയങ്ങളെ തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേ ഓഫ് ഫസ്റ്റ് ഫ്രൂട്ടിൽ പെസഹായ കുഞ്ഞാട് ഇറക്കപ്പെടുന്ന ദിവസം തന്നെ യേശുക്രിസ്തു മരിച്ചു. ആദ്യ ഫലം ഉയർത്തെഴുന്നേൽക്കുന്ന, ഇല്ലെങ്കിൽ ആദ്യ ഫലം എടുക്കുന്ന ആ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാം. യേശുക്രിസ്തു എങ്ങനെയാണ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം യേശുക്രിസ്തുവിന് മുമ്പ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുണ്ട്, അല്ലേ? യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലും പലരും പല ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നോട് ഉദ്ദേശിക്കുന്നത് പരിപൂർണമായിട്ടുള്ള മരണത്തിൽ നിന്നും ഒരു പുതിയ സൃഷ്ടിയായിട്ട്, പുതിയ ഒരു തുടക്കമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് മരിച്ചവൻ ആദ്യനായി ജനിച്ചവൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ യേശുക്രിസ്തു തന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ മരിച്ചവൻ ആദ്യനായിട്ട് ജനിച്ചവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം യേശുക്രിസ്തു പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നത് എന്താണ് അതിന്റെ പർപ്പസ്, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി കർത്താവിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്.
ചത്തു എങ്കിലോ വളരെ വിളവ്. അന്നേരം കർത്താവ് ഒരു വലിയൊരു വിളവ് മുമ്പിൽ കൂടി കാണുന്നുണ്ട്. കർത്താവിന്റെ ദൃഷ്ടിയിൽ കൂടി കർത്താവിന്റെ ഈ ജീവൻ റിസീവ് ചെയ്തിട്ട് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കർത്താവിന്റെ അതേ ജീവൻ ചില വ്യക്തികളുടെ ഉള്ളിലേക്ക് ഇമ്പാർട്ട് ചെയ്തിട്ട് അവർ ഗോതമ്പ് മണികളായിട്ട് ഉയർത്തെഴുന്നേറ്റ്. പെന്തക്കോസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 50-ാം ദിവസം ഗോതമ്പ് ഉത്സവത്തിന് അല്ലെങ്കിൽ വാരോത്സവത്തിന്റെ ദിവസം. അന്നേരം കർത്താവിന്റെ ജീവൻ റിസീവ് ചെയ്ത് അനേക ഗോതമ്പ് മണികൾ ഉയർത്തെഴുന്നേൽക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10:10 പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായിട്ട് ഉണ്ടാകാനായിട്ടും. ആ സോയ ലൈഫ്, ദൈവത്തിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ അനേക വ്യക്തികൾ ജീവനുള്ളവരായിട്ട്, ദൈവിക ജീവനുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റ് ഒരു ഗോതമ്പ് മണികളുടെ കൂട്ടം തന്നെ ഉണ്ട് ദൈവത്തിന്റെ ആഗ്രഹം. ഇവിടെ ചില കാര്യങ്ങളോട് ഞാൻ പറയാനായിട്ടൊക്കെയാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില തെറ്റായിട്ടുള്ള ധാരണകൾ പലർക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം ഒരു മനുഷ്യന് ജീവിച്ചെഴുന്നേൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മരിച്ചു കിടക്കുന്ന, ചത്ത് കിടക്കുന്ന ഒരേ ഗോതമ്പൂണികളുടെ ഇടയിലേക്ക് ഒരു ജീവനുള്ള ഗോതമ്പൂണി വരികയും അത് നിലത്ത് വീഴുകയും അത് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തേജസ്കരിക്കുകയും ചെയ്തു. ഇനി ഈ ചത്ത മനുഷ്യൻ അല്ലെങ്കിൽ മരിച്ച മനുഷ്യന്, ചത്ത ഗോതമ്പ് മണിക്ക് ജീവൻ പ്രാപിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്, ഈസ് ദർ എനി കണ്ടീഷൻ ഓർ ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ? ദൈവം അൺകണ്ടീഷണലായിട്ട് ചില ആൾക്കാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അന്നേരം യോഹന്നാന്റെ സുവിശേഷം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ കണ്ടീഷൻ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതൊരു കണ്ടീഷൻ തന്നെയാണ്. ഇതിൽ ഞാൻ അനേക വാക്യങ്ങളുണ്ടെങ്കിലും ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പറയാണ്, നിങ്ങൾക്ക് ഒരു റെഫറൻസ് കിട്ടാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണ് കണ്ടീഷൻ. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അന്നേരം വിശ്വസിക്കുക എന്നുള്ള കണ്ടീഷനാണ് ജീവൻ പ്രാപിക്കുക എന്നുള്ളതിന്റെ പ്രീ കണ്ടീഷൻ, അല്ലെങ്കിൽ ജീവൻ പ്രാപിക്കേണ്ടതിന്റെ പ്രീ കണ്ടീഷൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതൊരു കൺസിസ്റ്റന്റ് ബൈബിളിലെ ടീച്ചിങ് ആണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ നിത്യജീവൻ, ഈ സോയ ലൈഫ്, മനുഷ്യന് ദൈഹികപരമായിട്ട് ജീവനുണ്ട്, ശാരീരികമായിട്ട് ജീവനുണ്ട്, എന്നാൽ സ്പിരിച്വലി ആണ്. അവൻ സ്പിരിച്വലി അലൈവ് ആണെങ്കിൽ, സ്പിരിച്വൽ റീസറക്ഷൻ, വീണ്ടും ജനനം നടക്കണമെങ്കിൽ, വീണ്ടും ജനനത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുകയാണ്, അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കും, ഇവിടെ പറയാണ്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ, ആ സോയ ലൈഫ് കിട്ടുന്നതിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തന്നെ ലോകസിനെ സ്നേഹിച്ചു. 36-ാമത്തെ വാക്യത്തിൽ പറയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അന്നേരം അവിടെയും അത് തന്നെ പറയാണ്. അതിന്റെ 5-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. ഇവിടെ എല്ലാം ജീവൻ പ്രാപിക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നശിച്ചുപോകുന്ന ആഹാരത്തിനായിട്ടുള്ള നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കുക എന്നുള്ളത് എന്താണെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ യേശുക്രിസ്തു നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പ്രവർത്തികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ പറയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം. യോഹന്നാൻ 3:14 പറഞ്ഞിരിക്കുന്ന പോലെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആ സർപ്പത്തെ നോക്കിയവർക്ക് ജീവൻ ഉണ്ടായതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം. അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, 40-ാമത്തെ വാക്യം, 47-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനാണ്. ഇവിടെ ആമേൻ ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അന്നേരം നിത്യജീവൻ ലഭിക്കാനായിട്ടുള്ള കണ്ടീഷൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. അനേക വാക്യങ്ങൾ പറയാണ് യേശുക്രിസ്തു പറയുകയാണ്. 7-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അനേക വാക്യങ്ങൾ കൂടി, ഞാൻ ആ വാക്യങ്ങളിൽ എടുക്കുന്നില്ല. എല്ലാ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം യേശുക്രിസ്തു റിപ്പീറ്റഡ്ലി പറയാണ്, മരിച്ച മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ വിശ്വസിക്കണം. ബൈബിൾ ഒരു വാക്യത്തിൽ പോലും മരിച്ച മനുഷ്യൻ ജീവിച്ചിട്ട് പിന്നീടാണ് വിശ്വസിക്കേണ്ടതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വാക്യം ആർക്ക് വേണമെങ്കിലും, ഇത് ആർക്കും ഒരിടത്തും ചോദിക്കാം, എവിടെങ്കിലും ഒരു വാക്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം.
ഒരിടത്തുമില്ല. എല്ലായിടത്തും കൺസിസ്റ്റന്റ്ലി ജീവൻ പ്രാപിക്കാനുള്ള കണ്ടീഷൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. ജീവൻ പ്രാപിച്ചവരല്ല വിശ്വസിക്കുന്നത്, വിശ്വസിക്കുന്നവരാണ് ജീവൻ പ്രാപിക്കുന്നത്. ഇതെല്ലാം എഴുതിയതിനു ശേഷം യോഹന്നാൻ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. യോഹന്നാന്റെ ലേഖനം എന്തിനാണ് യോഹന്നാൻ എഴുതിയെന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്ക് കാണിക്ക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ മരിച്ച മനുഷ്യന് ജീവൻ പ്രാപിക്കേണ്ടതിന്, മരിച്ച വിത്തിന് ജീവൻ പ്രാപിക്കേണ്ടതിന്റെ കണ്ടീഷനാണ് എപ്പോഴും ബൈബിളിൽ വിശ്വസിക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ അത് ലേഖനം എഴുതി തീർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഞാൻ എഴുതി എന്തിനാണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അന്നേരം വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാവുകയാണ്. ജീവൻ ഉണ്ടായിട്ട് ദൈവം വിശ്വാസം ദാനമായിട്ട് കൊടുക്കുകയല്ല. ഇത് ബൈബിളിലെ ഒരു കൺസിസ്റ്റന്റ് ടീച്ചിങ് ആണ്. എന്നാൽ അന്നേരം ചിലപ്പോൾ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ചിലർ പറയാറുണ്ട്, മരിച്ച മനുഷ്യൻ എങ്ങനെയാണ് വിശ്വസിക്കാനായിട്ട് കഴിയുന്നത്? മരിച്ച മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മരിച്ച മനുഷ്യൻ മരിച്ചു കിടക്കാനല്ലേ കഴിയത്തുള്ളൂ. മരിച്ച മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം പലരുടെയും ഉള്ളിൽ വന്നത്. അന്നേരം അതിനുള്ള മറുപടി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മരണം എവിടെയാണ് നടന്നത്? മരണം അവന്റെ ആത്മാവിൽ ദൈവമായിട്ടുള്ള വേർപാട് മാത്രമാണ് നടന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ഫിസിക്കലി ആക്റ്റീവായിരുന്നു, സോളിഷ്ലി ആയിരുന്നു. അവന്റെ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ എല്ലാം തന്നെ ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിളിയോട് മനുഷ്യന് മാനസാന്തരപ്പെട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന കാര്യം. അന്നേരം മരിച്ചവർ എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. സ്പിരിച്വലി ഡെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നേ ഇല്ല. അന്നേരം അങ്ങനെ ഒരു പഠിപ്പിക്കൽ ആദ്യമേ പഠിപ്പിച്ചിട്ടാണ് ഈ തെറ്റായിട്ടുള്ള ഉപദേശം പഠിപ്പിക്കുന്നത്. ഒരു ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്ന ഒരു ഉപദേശം, മനുഷ്യന് റെസ്പോണ്ട് ചെയ്യാൻ പോലും കഴിയത്തില്ല എന്നുള്ളത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ തെറ്റായിട്ടുള്ള ഉപദേശം വരുന്നത്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നവനാണ്, മനുഷ്യൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവമാണ് എല്ലാത്തിന്റെയും ഇനിഷ്യേറ്റർ. ദൈവമാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നത്. ദൈവമാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാനായിട്ട് കഴിയും. ആ മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവൻ റെസ്പോണ്ട് ചെയ്യാത്തതിന് ദൈവം അവനെ റെസ്പോൺസിബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. അന്നേരം ഒരു മനുഷ്യന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്തവനെ റെസ്പോൺസിബിൾ ആക്കാനായിട്ട് കഴിയത്തില്ല. റെസ്പോൺസിബിൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ശരിക്കും ഒരു മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ന്യായവിധി വന്നു. അന്നേരം എന്തുകൊണ്ടാണ് ന്യായവിധി? മനുഷ്യൻ ദൈവത്തിന്റെ വിളിയോട്, ദൈവം ഉയർത്തിയ ക്രിസ്തുവിലേക്ക് ദൈവം മനുഷ്യനെ ആകർഷിക്കുമ്പോൾ മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് മനുഷ്യനെ റെസ്പോൺസിബിൾ ആക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാക്കണം. അന്നേരം മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാനേ കഴിയത്തില്ല. ദൈവം കുറെ ആൾക്കാരെ ജീവിപ്പിച്ചിട്ട് അവന് വിശ്വാസം കൊടുക്കുന്നു എന്നുള്ളത് അബ്സല്യൂട്ട്ലി ലോജിക്കലി സ്ക്രിപ്ചറലിയും തെറ്റാണ്. ലോജിക്കലി ശരിയാണെന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോജിക്കൽ ഫാലസീസ് ഒക്കെ കൊണ്ടുവരുന്നത്. നേരെ രണ്ടും തെറ്റാണ്. ദൈവം മനുഷ്യന് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള കഴിവോടുകൂടി തന്നെയാണ് വീണ മനുഷ്യനുള്ളത്. അവൻ്റെ അടുത്ത് ദൈവത്തിന്റെ സുവിശേഷം വരുമ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മ വരുമ്പോൾ അവൻ ലോകത്തിന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു. പാപം എന്നുള്ളത് അവനിൽ വിശ്വസിക്കാത്തത് പാപമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ദൈവത്തിന്റെ ഭാഗത്തേക്കുള്ള റെസ്പോൺസ് ആണ് എന്ന് ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാനിത് പറഞ്ഞിട്ട് മുമ്പോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പല കാര്യങ്ങളും എനിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത് ഇങ്ങനത്തെ ചില തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, മുമ്പോട്ട് പോട്ടെ. എന്നാലും യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ യേശുക്രിസ്തു ഗോതമ്പ് മണിയായിട്ടുള്ള യേശുക്രിസ്തു നിലത്ത് വീണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാൽ, തേജസ്കരിക്കപ്പെട്ടാൽ എന്തുണ്ടാവും? എന്താണ്? അനേക ഗോതമ്പ് മണികൾക്ക്, മരിച്ചു കിടക്കുന്ന മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകും. അനേക മരിച്ച മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് കഴിയും. ഒരു മരിച്ച മനുഷ്യർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇല്ലാത്തവരല്ല മരിച്ചവർ. മരിച്ച മനുഷ്യർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അവർക്ക് മരണത്തിൽ തന്നെ തുടരാം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനിലേക്കുള്ള വിളിയോട് റെസ്പോണ്ട് ചെയ്യും. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നവർ ജീവിക്കുകയും ചെയ്യുന്നു വരുന്നു.
കൊലോസ്യ ലേഖനത്തിലും ഇതാണ്, മരിച്ച വ്യക്തികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ വാക്യമാണ് പലരും എടുക്കുന്നത്, മരിച്ച മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവം അൺകണ്ടീഷണലി ചില ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു പറയുന്ന വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേസ്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിലെ വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കാരണം ക്രിസ്തുവേശുവിൽ അവനെ അതിക്രമം 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരിച്ചവരിൽ നിന്നൊരു അൺകണ്ടീഷണൽ ഉയർത്തെഴുന്നേൽപ്പ് അല്ല. കാരണം കൊലോസ്യ ലേഖനത്തിൽ ഇതേ കാര്യം വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നുള്ളത് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നേരം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിന്റെ ശക്തിയുള്ള വിശ്വാസത്താലാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെയും ഞാൻ ഈ കാര്യം ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ബൈബിളിൽ മരിച്ച വ്യക്തികളെ ജീവിപ്പിച്ചിട്ട് അൺകണ്ടീഷണലി ജീവിപ്പിച്ചിട്ട് അവർക്ക് വിശ്വാസം കൊടുക്കുകയല്ല ചെയ്യുന്നിരിക്കുന്നത്. മരിച്ച മനുഷ്യരുടെ അടുത്ത് ദൈവം പറയുകയാണ്, നീ പാപിയാണ്, മാനസാന്തരപ്പെട്ട് എന്നിലേക്ക് വിശ്വസിക്കുക, വിശ്വസിക്കുന്നവന് നിത്യജീവൻ. ആ നിത്യജീവൻ സൗജന്യമാണ്, അത് വിശ്വാസത്താലാണ്, അത് പ്രവൃത്തിയാലല്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ട്രസ്റ്റ്. കർത്താവിൽ വിശ്വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവൻ കർത്താവിലേക്ക് വിശ്വസിക്കുമ്പോൾ, കർത്താവിലേക്ക് തിരിഞ്ഞു വിശ്വസിക്കുമ്പോൾ അവന് കർത്താവ് ജീവിപ്പിക്കും. അങ്ങനെ അനേക ഗോതമ്പ് മണികൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള ഗോതമ്പ് മണികളായിത്തീരുന്നു. എന്നാൽ കർത്താവ് അവിടെയും നിർത്തുന്നില്ല. കർത്താവ് മുമ്പോട്ട് പറയുമ്പോൾ പറയാണ്, ഇങ്ങനെ ജീവിച്ച ഗോതമ്പ് മണികൾ കുറെ ഗോതമ്പ് മണി കൂട്ടങ്ങളായിട്ട് കിടക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്ന് ഒരു അപ്പമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു ശരീരമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കംപ്ലീറ്റ് വർക്ക് അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാം പറഞ്ഞത്, ഒരു ജീവനുള്ള കല്ലായിട്ടുള്ള കർത്താവിലേക്ക് വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളായിട്ട് എവിടെയെങ്കിലും കിടക്കാനായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ജീവൻ പ്രാപിച്ച കല്ലുകളെ ചേർത്ത് ജീവനുള്ള മന്ദിരമായിട്ട് ഒരുമിച്ച് പണിയാനായിട്ടാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള കല്ലായിട്ടുള്ള മൂലക്കല്ലായിട്ടുള്ള കർത്താവിൽ വിശ്വസിച്ചു, ജീവൻ പ്രാപിച്ചു. അങ്ങനെ കുറേ കല്ലുകൾ പല സ്ഥലങ്ങളിൽ കിടക്കാണ്, പല രാജ്യങ്ങളിൽ കിടക്കാണ്, പലയിടത്ത് കിടക്കാണ്. അവർ ഇന്റർനെറ്റിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും, യൂട്യൂബിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും. അത് നല്ല കാര്യം തന്നെ, ഇൻഡിവിജ്വലായിട്ട് ജീവൻ പ്രാപിക്കാനായിട്ട് കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. എന്നാൽ അവർക്ക് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുകയും അവർ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ജീവനുള്ള മന്ദിരമായിട്ട് പണിയപ്പെടുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കും. അതേപോലെ തന്നെ കർത്താവായിട്ടുള്ള യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഞാനൊരു ജീവനുള്ള അവയവമായി തീർന്നു. എന്നാൽ ജീവനുള്ള അവയവങ്ങൾക്ക് ഒരിക്കലും ജീവനുള്ള അവയവങ്ങളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെ? ആ ജീവനുള്ള അവയവങ്ങൾ തലയായിട്ടുള്ള ക്രിസ്തുവിനോട് ചേർന്ന് ഒരു ജീവനുള്ള ശരീരമായി തലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന, തലയോട് ചേർന്ന് തലയിൽ നിന്ന് സിഗ്നൽസ് സ്വീകരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തു കൂടെ പറഞ്ഞിരിക്കുകയാണ്, ജീവനുള്ള ഗോതമ്പുമണിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ ജീവനുള്ള ഗോതമ്പുമണിയായിട്ട് കിടന്നാൽ പോരാ, ജീവനുള്ള അപ്പമായിട്ട് ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെടും. ഇതാണ് കർത്തൃമേശയിൽ കൂടി ശരിക്കും കർത്താവ് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. ജീവനുള്ള ഗോതമ്പുമണികൾ പൊടിഞ്ഞു ചേർന്നിട്ട് ഒരപ്പമായിട്ട് തീരുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് വർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് അല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുമിച്ച് പണിയുക എന്നുള്ളതാണ്. ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിച്ച ഗോതമ്പുമണികൾ ഒരുമിച്ച് ചേർന്ന് ഒരു അപ്പമായി തീരുക. എന്നിട്ട് ഇതിന് ഒരു തടസ്സമുണ്ട്. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും ആ വിഷയത്തിലേക്ക് സത്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കടന്നില്ല. ഞാൻ ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി എന്താണെന്നുള്ളത് വിശദീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ ചെയ്തത്. എന്നാൽ ഇതിന്റെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പുറകോണ്ടേണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ വശം യേശു ക്രിസ്തു ഇവിടെ തന്നെ പറയുന്നുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നു. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിന്റെ പല കാര്യങ്ങളൊന്നും ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് അതിന്റെ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകും. എങ്ങനെയാണ് ഒരു ജീവനുള്ള ഗോതമ്പുമണികളായിട്ട് ഉയർത്തെഴുന്നേറ്റ വ്യക്തികൾക്ക് ഒരു ശരീരമായിട്ടുള്ള അപ്പമായി തീരാനായിട്ട് കഴിയും? എങ്ങനെയാണ് ജീവനുള്ള കല്ലുകൾക്ക് ഒരു മന്ദിരമായിട്ട് പണിയാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ജീവനുള്ള അവയവങ്ങൾക്ക് ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്? അതിനൊരു കാര്യം നടക്കണം എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 24-ാമത്തെ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. യേശു ക്രിസ്തു തന്റെ ജീവൻ ക്രൂശിൽ കൊടുത്ത് അനേക ജീവനുള്ള ഗോതമ്പ് മണികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ജീവിച്ച ഗോതമ്പ് മണികൾ എന്ത് ചെയ്യണമെന്നുള്ള അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 25-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 12:25 പറയാണ്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവർ അതിനെ കളയും, ഇഹലോകത്തിൽ വെച്ച് തന്റെ ജീവനെ പകയ്ക്കുന്നവർ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എന്നിട്ട് ഇവിടെ വേറൊരു ജീവനെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ജീവന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാക്യമാണ് ബൈബിളിൽ
ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തന്റെ വാക്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ഇല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് പറഞ്ഞതും റിപ്പീറ്റഡായിട്ട് അപ്പോസ്തലന്മാർ റെക്കോർഡ് ചെയ്തിരിക്കുന്നതും ഈ വാക്യമാണ്. ഞാൻ ആ വാക്യങ്ങൾ ജസ്റ്റ് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. മത്തായിയുടെ സുവിശേഷം 16:25, 10:39, 25:46 3 വാക്യങ്ങളിൽ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം തന്നെ പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 8:35, ലൂക്കോസിന്റെ സുവിശേഷം 14:26, 17:33, യോഹന്നാന്റെ സുവിശേഷം ഈ പറഞ്ഞിരിക്കുന്നത് 12:25. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 12:25 ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് വേറൊരു കാര്യം കൂടി പറയുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? തന്റെ ജീവനെ കളയുന്നവൻ തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്ത് തന്റെ ജീവനെ പകിക്കുന്നവൻ അതിനെ നിത്യമായി സൂക്ഷിക്കും എന്നുള്ള ഈ വാക്യം ബാക്കിയുള്ള എല്ലാ സുവിശേഷങ്ങൾ പറയുമ്പോൾ യേശു ക്രിസ്തു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? തന്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിന്റെ കാര്യം പറയുന്നിടത്താണ് ഇത് പറയുന്നത്. ഇവിടെയും അത് തന്നെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നു. അന്നേരം എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റിയല്ല, നമ്മൾ നമ്മളുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതാണ്. എന്തിനാണ് നമ്മളുടെ ക്രൂശ് എടുത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്? നമുക്ക് നിത്യജീവൻ ലഭിക്കാനായിട്ടല്ല. ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കണം. നിത്യജീവൻ ലഭിച്ചവരുടെ കാര്യമാണ് ഇവിടെ. നിത്യജീവൻ ലഭിച്ചവർ കർത്താവിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ ലഭിച്ചവർ എന്ത് ചെയ്യണം? തങ്ങൾ അവരവരുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. അങ്ങനെ നമ്മൾ നമ്മളുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഒരു ജീവൻ നമ്മളത് കളയുകയാണ്, നമ്മുടെ ജീവനെ നമ്മൾ നഷ്ടപ്പെടുത്തുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് കട്ടിയാണ് നിങ്ങൾക്ക് ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ, അത് എന്ത് ജീവനെയാണ് ഇവിടെ നഷ്ടപ്പെടുത്താനായിട്ട്? ജീവനെ സ്നേഹിക്കരുത്, അതിനെ കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിത്യജീവനല്ല, അല്ലെ? നിത്യജീവനെ നമ്മുടെ കളയാനായിട്ട് ദൈവം ഒരിക്കലും നമ്മുടെ ആവശ്യപ്പെടുന്നില്ല. നിത്യജീവനെ പിടിച്ചുകൊള്ളാനായിട്ട് പറയുന്നു, നിത്യജീവനെ സൂക്ഷിക്കാനായിട്ട്, അതിനെ കളയരുത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. പിടിച്ചുകൊള്ളു എന്ന് 9 ദിവസം പറയുമ്പോൾ ലേ ഹോൾഡ് ഓൺ എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ ലൈഫ് നഷ്ടപ്പെടുത്താനായിട്ടാണ് പറയുന്നത്. ഫിസിക്കൽ ലൈഫ് നഷ്ടപ്പെടുത്താനും അല്ല പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുമല്ലോ, ബാക്കിയുള്ള സുവിശേഷങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നാൾതോറും ക്രൂശ് എടുത്തുകൊണ്ട് ജീവനെ നഷ്ടപ്പെടുത്തണമെന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ രണ്ടാം ഭാഗത്തുള്ള അവന്റെ സോൾ ലൈഫ്, അവന്റെ സ്വയജീവൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആ ജീവൻ മനുഷ്യൻ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല. നിത്യജീവൻ ലഭിച്ച വ്യക്തികൾ ആ ജീവനിൽ നിറയാൻ വേണ്ടിയിട്ടും ഒരു ശരീരമായിട്ട് പണിയപ്പെടാൻ വേണ്ടിയിട്ടും ഇത് ഒരു പ്രീ കണ്ടീഷനായിട്ട് പറയും. ഞാൻ പറയാൻ 2 പ്രീ കണ്ടീഷൻ ഉണ്ട്. നിത്യജീവൻ ലഭിക്കാനുള്ള പ്രീ കണ്ടീഷൻ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഭവിക്കാൻ, അങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. നിത്യജീവൻ ലഭിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ നിത്യജീവൻ ലഭിച്ച വ്യക്തികൾ ഈ ജീവനിൽ നിറയപ്പെടണമെങ്കിൽ, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ പോയി ഫലം കായ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അവരിൽ നിന്ന് ഫലം പുറത്തേക്ക് വരണമെങ്കിൽ, അവർ ഒരു ശരീരമായിട്ട് പണിയപ്പെടണമെങ്കിൽ ദർ ഇസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. ഈ ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഭാര്യയോ ഭർത്താവോ ബോസോ ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളോ ഇതൊന്നുമല്ല ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സ്വയം തന്നെയാണ്. ഇതിനെ തകർക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ക്രൂശ് എന്ന് പറഞ്ഞാൽ, ക്രൂശ് എടുക്കുമ്പോൾ നാം നമ്മളുടെ സ്വയജീവനെ നഷ്ടപ്പെടുത്തും. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കാം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന് ക്രൂശിൽ മരിക്കേണ്ടി വന്നു. യേശുക്രിസ്തു ക്രൂശിൽ തന്റെ ജീവനെ കൊടുത്തതുകൊണ്ട് നമുക്ക് ആ ജീവൻ ലഭിച്ചിട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റു. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനെ പോലെ തന്നെ നിലത്ത് വീണ് ചാകാനായിട്ട് ദൈവം ക്രൂശിനെ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ആ സാഹചര്യങ്ങൾ തന്നെത്താൻ താഴ്ത്തി നമ്മൾ ആ ക്രൂശെടുത്ത്, തന്നെത്താൻ ത്യജിച്ച് നമ്മൾ ആ ക്രൂശെടുത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവിന് നമ്മളിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മളെ ഒരു ശരീരമായിട്ട് ചേർത്ത് പണിയാനായിട്ട് കഴിയും. ഇതാണ് ഒരു ബോഡിയായിട്ട് ബിൽഡ് ചെയ്യുന്നതിന്റെ കണ്ടീഷനായിട്ട് ബൈബിൾ ഉടനീളം പഠിപ്പിക്കുന്നത്. ലേഖനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇത് തന്നെയാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു വിശദീകരിക്കാൻ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ദൈവസഭയിൽ ഒരു ശരീരമായിട്ട് പണിയപ്പെടാതെ ആൾക്കാർ ഇപ്പോഴും ജീവനുള്ള വ്യക്തികളായിട്ട്, വീണ്ടും ജനിച്ച വ്യക്തികളാണ്, എന്നാൽ ഒരു ശരീരമായിട്ട് പണിയപ്പെടാതിരിക്കും? ഇതിന് 2-3 കാരണങ്ങളുണ്ട്. അതിന്റെ ചില കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിട്ട് പോകാനായിട്ട്.
അന്നേരം ഒരു ദൈവസഭ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒറിജിനലായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ഉണ്ട്, രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളും. ഞാൻ പറഞ്ഞ ദൈവസഭയുടെ ഭാഗമല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ അവരെല്ലാവരും ഉള്ളവരാണ്. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത പ്രാകൃതം അല്ലെങ്കിൽ നാച്ചുറൽമാനും രക്ഷിക്കപ്പെട്ട വ്യക്തികളും. അന്നേരം രക്ഷിക്കപ്പെട്ട വ്യക്തിയും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും അടിസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജീവനുള്ള ഗോതമ്പ് മണിയും ജീവനില്ലാത്ത ഗോതമ്പ്, ഡ്യൂപ്ലിക്കേറ്റ് ഗോതമ്പ് മണിയും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. അതിന്റെ കാഴ്ചയിലുള്ള വ്യത്യാസമല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത്, എന്റെ കൈ മുറിഞ്ഞു പോയിട്ട് എന്റെ കൈയിലേക്ക് ഒരു വെപ്പ് കൈ ഫിറ്റ് ചെയ്യാന്ന് വെച്ചു. എക്സാക്ട്ലി ഇതേ കളറ്, ഇതേ രീതി, എല്ലാ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ലാതെ ഒരു വെപ്പ് കൈ കൂട്ടിച്ചേർത്താൽ ഇത് വെപ്പ് കൈ തന്നെയാണ്. അത് ഒരിക്കലും ശരീരത്തിന്റെ ഭാഗമാവത്തില്ല. എന്റെ കയ്യിൽ ഒരാൾ ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ചവിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ശരീരത്തിന് മൊത്തത്തിലാണ് വേദന എടുക്കുന്നത്. എന്നാൽ വെപ്പ് കൈ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ കൈക്ക് അതിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് വേദന എടുക്കത്തില്ല, ശരീരത്തിന്റെ ഭാഗമല്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടാലുള്ള സിമിലാരിറ്റി അല്ല, ഈ വെപ്പ് കൈയിലേക്ക് ഈ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കടന്ന് ശരീരത്തിന്റെ ജീവൻ ആ കയ്യിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വെപ്പ് കൈയാണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സിമിലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ. അതുപോലെ തന്നെ ഒരു ഗോതമ്പ് മണി നമ്മൾ കണ്ടിട്ട് അതേപോലെ എക്സാക്ട്ലി അതുപോലെ ഒരു ഗോതമ്പ് മണി വേറൊരാൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതിനുള്ള സിമിലാരിറ്റി അല്ല, അതിൽ ഒന്നിൽ ജീവനുണ്ട്, ഒന്നിൽ ജീവനുള്ളത് ഇല്ല എന്നുള്ളത്. എങ്ങനെയാണ് ജീവനുള്ള ജീവനില്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? എങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ജീവനുള്ള ജീവനില്ലയോ എന്നുള്ളത്? ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ജീവനുള്ള ഗോതമ്പ് മണിയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് കുഴിച്ചിട്ടാൽ മതി, അതിൽ നിന്ന് വിളവുണ്ടാവും. ജീവനില്ലാത്ത ഗോതമ്പ് മണി മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കും. ഒരു പ്ലാസ്റ്റിക് ഗോതമ്പ് മണിയാണ് അങ്ങനെ തന്നെ കിടക്കും, ജീവൻ ഉണ്ടാവുകയില്ല. ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത്? ദൈവസഭയിൽ പലപ്പോഴും ഈ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ കണ്ടേക്കാം. ഇവർക്ക് ഒരിക്കലും ദൈവസഭയുടെ ഭാഗമാകാനായിട്ട് കഴിയത്തില്ല, അവർക്ക് ജീവനുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് കഴിയത്തില്ല. ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ്. പല ആൾക്കാർക്കും ഡിസേൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ദൈവമക്കളായിട്ട് തിരിച്ചറിയാനാണ്. പക്ഷെ യേശുക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ചവരാണ് രക്ഷിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കൂട്ടർ, ആദ്യത്തെ കൂട്ടരെ കുറിച്ച് നമുക്ക് അധികം സംസാരിക്കേണ്ട കാര്യമില്ല, എങ്കിലും അങ്ങനെ കൂട്ടരും ദൈവസഭയിൽ ഉണ്ട് എന്നുള്ള സത്യമാണ്. എന്നാൽ ദൈവസഭയിൽ അങ്ങനെ ഒരു കൂട്ടർ മാത്രമുള്ളത് ബൈബിളിൽ രണ്ടാമതൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ദൈവസഭയിൽ ജഡീകരായിട്ടുള്ള വ്യക്തികൾ, അവർ രക്ഷിക്കപ്പെട്ടവരാണ്. ബൈബിൾ ജഡീകർ എന്ന് പറയുന്നത് എപ്പോഴും രക്ഷിക്കപ്പെട്ടവരെ പറ്റി തന്നെയാണ്. എന്താണ് ജഡീകരുടെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഡീകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും യേശുക്രിസ്തുവിൽ ജീവൻ പ്രാപിച്ച ഗോതമ്പ് മണികൾ തന്നെയാണ്. ജീവൻ പ്രാപിച്ചവരാണ്, കർത്താവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ച് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു ശരീരമായിട്ട് പണിയപ്പെടാനായിട്ട് കഴിയാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞു, ജീവനില്ലാത്തൊരു ഗോതമ്പ് മണി നിലത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് ജീവൻ പുറപ്പെടുകയില്ല, അതിൽ നിന്ന് ഫലം ഉണ്ടാവുകയില്ല. എന്നാൽ ജീവനുള്ള ഗോതമ്പ് മണി നിലത്ത് കുഴിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഈജിപ്ഷ്യൻ മമ്മികളിൽ ജീവനുള്ള ഗോതമ്പ് മണികൾ അനേക നൂറ്റാണ്ടുകളായി അങ്ങനെ തന്നെ കിടന്നിട്ട് പിന്നീട് തുറക്കുമ്പോൾ അതേപോലെ തന്നെ കിട്ടുന്നു. അതായത് അനേക ദൈവസഭകളിൽ അനേക ദൈവമക്കൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അനേക വർഷങ്ങൾ ദൈവസഭയിൽ അവരായിരുന്നു, അവരിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരുന്നില്ല, അവർക്കൊരു ശരീരമായിട്ട് പണിയപ്പെടാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞ ഇതേ കാര്യമാണ്, അവർ നിലത്ത് വീണ് ചാവാനായിട്ട്. യേശുക്രിസ്തുവിന്റെ കാര്യമാണ് അവിടെ നിലത്ത് വീണ് ചാവുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ക്രൂശ് എടുത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളിലുള്ള ജീവൻ അവിടെ തന്നെ നിൽക്കുന്നു, അതിന്റെ പുറമേയുള്ള തോട് കട്ടിയായി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസഭകളിൽ ദൈവവചനം കേട്ട് അനേക വർഷങ്ങളായ വ്യക്തികൾ, അനേകർ കഠിന ഹൃദയം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദൈവവചനം നമ്മൾ കേട്ട് അതിന് നമ്മൾ തന്നെത്താൻ താഴ്ത്തി നമ്മളത് ഏറ്റെടുക്കാനായിട്ട്, നമ്മൾ തകർക്കപ്പെടാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള തോട് കട്ടികൂടിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ദേഹിയിലുള്ള ജീവൻ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും, അതിന്റെ ആത്മാവിലുള്ള ജീവൻ പുറത്തേക്ക് വരികയില്ല. നമ്മുടെ കഴിവുകൾ നമുക്ക് ദൈവസഭയിൽ പ്രകടിപ്പിക്കാനായിട്ട് കഴിയും, പക്ഷെ ഒരിക്കലും അതുകൊണ്ട് ജീവൻ ഉണ്ടാവുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നത്, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം കർത്താവ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജീവൻ പ്രാപിക്കാനുള്ള കണ്ടീഷനാണ് ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ജീവൻ പ്രാപിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ജീവനുള്ള ഒരു ഗോതമ്പ് മണി ഈ ഭൂമിയിൽ വന്ന് നിലത്ത് വീണ് ചത്ത് ഉയർത്തെഴുന്നേറ്റ് ആ ജീവനുള്ള ഗോതമ്പ് മണിയിൽ വിശ്വസിക്കുന്നതിൽ കൂടിയാണ് ഒരു വ്യക്തിക്ക് ജീവൻ. അങ്ങനെയാണ് ഒരു വ്യക്തി ജീവനുള്ള കല്ലായിട്ട് തീരുന്നത്. ജീവനുള്ള കല്ലായിട്ടുള്ള മൂലക്കല്ലായിട്ടുള്ള യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് അവന്റെ ജീവനുള്ള കല്ലായിട്ട് തീരും.
ജീവനുള്ള യേശുക്രിസ്തുവിന്റെ രക്തം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ട് ആ ജീവനിൽ കൂടി അവൻ ജീവനുള്ള അവയവമായി തീരും. അതുപോലെ തന്നെ ജീവനുള്ള ഗോതമ്പ് മണി ജീവൻ പ്രാപിച്ച ഗോതമ്പ് മണികളായി തീരും. എന്നാൽ അൾട്ടിമേറ്റ്ലി ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് പണിയപ്പെടണമെന്നാണ്. നമ്മളിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ ഫലങ്ങൾ വ്യക്തിപരമായിട്ട് പുറപ്പെടണമെന്നും അതേപോലെ തന്നെ ഒരു ശരീരമായിട്ട് പണിയപ്പെടണം. അതിനുള്ള കണ്ടീഷനാണ് കർത്താവ് രണ്ടാമത്തെ ഭാഗത്തിൽ അതിനോട് തൊട്ട് താഴെ തന്നെ പറഞ്ഞിരിക്കുന്നത്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ വെച്ച് അതിന്റെ ജീവനെ പകിക്കുന്നവൻ അവനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് അത് സാധ്യമാകുന്നത്. നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്കും അതിന്റെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്കും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. സോറി, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വന്നത് ക്ഷമയായിരിക്കും, ഞാൻ അത് ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് പറ്റിയൊരു കാര്യമാണ്. അല്ല ബ്രദറെ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആദ്യം ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ മനുഷ്യന് 3 തരത്തിലുള്ള ജീവൻ ഉണ്ടെന്നുള്ളത്. ഒന്ന് ആത്മാവ്, ദേഹം. അപ്പം അതില് പിന്നെ നമ്മള് ഉൽപ്പത്തിയിൽ വരുമ്പോഴാദ്യം അത് ആത്മീയ മരണമാണല്ലോ ആദ്യം സംഭവിക്കുന്നത്. അവിടെ ആത്മീയ മരണം സംഭവിച്ചിട്ട് അതൊരു മാനസാന്തരം ഉണ്ടായിട്ടാണ് ആത്മീയ മരണം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ മാനസാന്തരം എന്ന് പറഞ്ഞാൽ പിശാചിലേക്കുള്ള, പിശാചി പറഞ്ഞത് കേട്ടിട്ട് അതിലേക്കുള്ള മാനസാന്തരം. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പിന്നീട് ആ ഒരു ജീവൻ ജീവിക്കുന്നത് ആത്മാവിലാണോ പിശാചിന്റെ ഒരു കൺട്രോൾ വരുന്നത്, അതോ ദേഹിയിൽ കൂടാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അത്? പിന്നെ ഞാനത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞു, ഈ മാനസാന്തരം എന്നുള്ള വാക്ക് ഞാൻ ആ പദം മനസ്സിലാക്കാൻ പറഞ്ഞു. മാനസാന്തരത്തുള്ള ആ വാക്ക് അതിൽ തന്നെ ആത്മീയോ തെറ്റായിട്ടുള്ള കാര്യമല്ല. എന്തിലേക്കുള്ള മാനസാന്തരം? എന്നാലും ബൈബിളിലൊരു ഈ വീഴ്ചയുടെ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റെസ്റ്റോറേഷൻ നടക്കുന്നത്. എന്നൊരു വീഴ്ചയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അന്നേരം ഒരു കള്ളം പിശാച് പ്രസംഗിക്കുന്നു, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് തിരിയുന്നു. അതാണ് മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരപ്പെട്ട് പിശാചിൽ വിശ്വസിക്കുന്നു. പിശാചിൽ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുന്നതോടുകൂടി അവന്റെ ആത്മാവിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് വേർപെടുന്നു. അങ്ങനെ അതാണ് സ്പിരിച്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ മനുഷ്യൻ ദേഹിയിലും അവന്റെ ശരീരത്തിലും ജീവനുള്ളവനാണ്. എന്നാൽ ഇതെങ്ങനെയാണ് തിരിച്ച് വീണ്ടും ജനനത്തിൽ നടക്കുന്നുള്ളത്? ഇതിന് നേരെ ഓപ്പോസിറ്റ് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കണം. അത് ക്രിസ്തുവിലുള്ളവരുടെ അടുത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന, ക്രിസ്തുവിലുള്ളവർക്കുള്ള അനുഗ്രഹം പറഞ്ഞിരിക്കുമ്പോൾ താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിലായത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അവനിൽ, അതിന്റെ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും. എന്തിനാണ് ഇവിടെ സത്യവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്? നേരെ പിശാച് പറഞ്ഞ ഒരു കള്ളമായിരുന്നു, ഒരു ലൈ ആയിരുന്നെങ്കിൽ ഒരു സത്യം നമ്മൾ കേൾക്കുകയാണ്. പിശാച് പറഞ്ഞ എന്താണ്? പിശാച് പറയാണ് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നുള്ളതാണ് പിശാച് പറഞ്ഞത്. നേരെ സത്യം എന്താണ്? സത്യം ഇപ്പോൾ മരിച്ച മനുഷ്യരുടെ അടുത്ത് ദൈവം പറയാണ്, നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ ഞാനുമായിട്ട് വേർപെട്ടവരാണ്, നിങ്ങൾ ആത്മാവിൽ വേർപെട്ടവരാണ്, നിങ്ങൾക്കിത് സത്യവചനം, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാൻ കഴിയും. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മെസ്സേജ്. മനുഷ്യപുത്രനെ ഉയർത്തി കഴിഞ്ഞാൽ അവൻ നോക്കുന്നവൻ ജീവിക്കും എന്നുള്ള ആ സുവിശേഷം നിങ്ങൾ, ആ സത്യവചനം നിങ്ങൾ കേൾക്കുകയും, കേൾക്കുന്ന നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്, രക്ഷ കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ. അന്നേരം നമ്മൾ അത് കേൾക്കുന്നു, നമ്മുടെ ഫിസിക്കൽ ചെവി കൊണ്ട് കേൾക്കുന്നു. കേട്ടിട്ട് നമ്മളത് വിശ്വസിക്കുകയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ആദ്യം വിശ്വസിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വില്ല് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ വി ആർ ട്രസ്റ്റിംഗ് ഇൻ ഹിം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് ഇന്റലക്ച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, 2 വൊളീഷ്യലായിട്ട് നമ്മളൊരു സറണ്ടർ ഉണ്ട്. നമ്മൾ നമ്മുടെ വില്ല് ഏൽപ്പിച്ചു കൊടുക്കുന്നു, നമ്മൾ സ്വയമായിട്ട് കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ദേഹിയിൽ തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ദേഹി കൊണ്ടാണ്, മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്തകളുണ്ട്, വിചാരങ്ങൾ കൊണ്ടാണ് നമ്മൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കും, നിങ്ങളുടെ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തം പരിശുദ്ധാത്മാവും മുദ്രയും. ഈ മലയാളത്തിൽ എഫേസ്യ ലേഖനം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പലപ്പോഴും. ഇത്ര ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആഫ്റ്റർ ലിസണിംഗ് ദ മെസ്സേജ് ഓഫ് ട്രൂത്ത്, ദ ഗോസ്പൽ ഓഫ് യുവർ സാക്ഷൻ, ഹാവിംഗ് യു ബിലീവ്, യു ആർ സീൽഡ് ഇൻ ഹിം ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് മുദ്രയിടുകയും നമ്മുടെ ആത്മാവ് ജീവിക്കുകയും ചെയ്യുന്നു. അതാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഓർഡർ. അന്നേരം ആദ്യമേ ജീവിച്ചിട്ട് പിന്നെ വിശ്വസിക്കുകയല്ല, വിശ്വസിച്ചിട്ട് ജീവിക്കുകയാണ്. ആ വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ദേഹിയിൽ തന്നെയാണ് നമ്മുടെ ആ വിശ്വാസം നമ്മൾ വരിക്കുന്നത്. നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന അവിടെയാണ്. അന്നേരം നമ്മുടെ ആത്മാവ് ജീവിക്കുകയാണ്. ആത്മാവിൽ ജീവിപ്പിച്ചതിന് ശേഷം ദൈവം നമ്മുടെ ആത്മാവിൽ കൂടി നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കുകയും
നമ്മളെ ദൈവമക്കളാണ് ആത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യും. ഇതാണ് ബൈബിളിലെ ആ വീണ്ടും ജനനത്തിന്റെ ഓർഡർ. ഞാൻ എഫെസ്യ ലേഖനം ഞാൻ എടുത്തില്ല, ഞാൻ സമയമില്ലായിരുന്നുകൊണ്ട് ബ്രദർ ചോദിച്ചുകൊണ്ട് ഞാൻ അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതേ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലും യേശുക്രിസ്തു വിശദീകരിക്കുന്നത്. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുന്നവർ ദൈവം ജീവിപ്പിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ ഓർഡർ. ഓക്കെ ബ്രദറെ, അത് അപ്പം ഈ ആദമൊക്കെ ആദ്യം ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നു ആത്മാവിൽ കൂടെ കേട്ടിട്ട് അതിനനുസരിച്ചായിരുന്നു ജീവിച്ചു അല്ലേ? അതെ 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 അതെ. അതായിരുന്നു ആദ്യത്തിന്റെ വീഴ്ചയുടെ മുമ്പ് അങ്ങനെയാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറയുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കർത്താവായിട്ടുള്ള ആത്മാവിന്റെ ബന്ധത്തിൽ നടത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യൻ. അതെ, അപ്പൊ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പിന്നെ ദേഹിയിലേക്ക് പോയി ദേഹിയിൽ കൂടെ പിന്നെ കൂടെ പ്രവൃത്തിയായിട്ട് പുറത്തു വരും. അങ്ങനെയായിരുന്നു അല്ലേ? എക്സാക്ട്ലി അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ അതിനുശേഷം വീഴ്ചയ്ക്ക് ശേഷം ആത്മാവ് കംപ്ലീറ്റ്ലി ഫങ്ഷൻ ചെയ്യുന്നില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതായിരുന്നു ഡൗട്ട്. പിന്നെ സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്നത് തന്നെ അതാണ്. ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള ആത്മാവിലുള്ള ഒരു ഫെലോഷിപ്പാണ് സാധ്യമാകുന്നത്. പക്ഷെ ദൈവം മനുഷ്യൻ്റെ അടുത്ത് ഇടപെടുന്നുണ്ട്. ദൈവം മനുഷ്യൻ്റെ അടുത്ത് അവരുടെ സംസാരിക്കുന്നുണ്ട്. അവരുടെ മനസാക്ഷിയിൽ ദൈവം അവനുമായിട്ട് സംസാരിക്കുകയും അതുകൊണ്ടാണ് മനസാക്ഷിയിലാണല്ലോ ഈവൻ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുടെ അടുത്ത് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ദൈവം അവരുടെ അടുത്ത് എങ്ങനെ ഇടപെടുന്നത്? അവരുടെ മനസാക്ഷിയിൽ, ത്രൂ ദ ക്രിയേഷൻ ആൻഡ് ദർ കോൺഷ്യസ്. നമ്മൾ റോമാലേഖനം പഠിച്ചവൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുടെ അടുത്ത് ദൈവം ഇടുന്നില്ല എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. അനേക വ്യക്തികളുടെ ദൈവം ഇടപെടുന്നത് കാണാനായിട്ട് കഴിയും. ചില ദൈവഭക്തരായ മനുഷ്യരെന്ന് പോലും പറയുന്നു. അവിടെ എങ്ങനെയാണ്? അവരുടെ മനസാക്ഷിയെടുത്ത് ദൈവം ഇടപെടുന്നുണ്ട്. അല്ലാതെ ദൈവം ഒരു ടോട്ടലി മരിച്ച് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ കംപ്ലീറ്റ് ആയിട്ട് അൺകണ്ടീഷണായിട്ട് ഉയർത്തിപ്പിക്കുന്നൊന്നും ബൈബിൾ ഉദ്ദേശമില്ല. ഓക്കെ, പിന്നെ ബ്രദറെ ആ ഒരു റെഫറൻസ് കൂടെ ഒന്ന് പറയായിരുന്നു. മറ്റേ 12:25 ജോൺ 12:25 കഴിഞ്ഞിട്ടുള്ള ബാക്കി കുറച്ച് അതേ സിമിലർ വാക്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ഒന്ന് പറയാമോ? ഓക്കെ. ഞാനത് സമയമില്ലായിരുന്നോണ്ടാണ് ഞാനത് എടുത്ത് പറയായിരുന്നത്. റെഫറൻസുകൾ പറയാം. മത്തായിയുടെ സുവിശേഷം 16:25, 10:39, 25:46 ഇതേ കാര്യമാണ്. അത് അവിടെ എല്ലാം ആ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാന്നുള്ള റെഫറൻസ് അവിടെ വരുന്നു. മർക്കോസിന്റെ സുവിശേഷം 8:35, ലൂക്കോസിന്റെ സുവിശേഷം 14:26, 17:33, പിന്നെ യോഹന്നാന്റെ സുവിശേഷം 12:24. ഇത്രയും 14:25 പിന്നെ എത്ര 17:33 ലൂക്കോസ്. ഓക്കെ, താങ്ക് യു ബ്രദർ. ബ്രദറെ, യോഹന്നാൻ 6:37 പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. പിന്നെ 44 പറയുന്നത് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരിക കഴിയില്ല. ഇതിന്റെ വിശദീകരണമാണോ വേണ്ടേ? അന്നേരം എല്ലാരും വരുന്നില്ലല്ലോ, എല്ലാവർക്കും ഈ വിശ്വാസം കിട്ടുന്നില്ലല്ലോ. സുവിശേഷം പറഞ്ഞാലും എല്ലാരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുന്നില്ലല്ലോ. ഓക്കെ, ഞാനിത് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയില് എനിക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരുവല്ല ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഈ വിശദീകരിച്ചിരുന്നു. അതിൽ ഞാനിത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വിശദീകരിക്കാൻ. എന്നാലും ഞാൻ ചുരുക്കി പറയും, ഇത് കുറച്ച് വിശദമായിട്ട് പറയാനാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യം പറയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ലെന്നാണ്. അന്നേരം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും കർത്താവിന്റെ അടുക്കലോട്ട് വരാൻ കഴിയുന്നില്ല. അത് 100% സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവമാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആകർഷിച്ചുകൊണ്ടേയാണ് ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇവിടെ ദൈവം ആരെയാണ് ഇവിടെ ആകർഷിക്കുന്ന കാര്യം പറയുന്നത്? ഇവിടെ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഞാനത് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ആരുടെ അടുത്താണ് യേശുക്രിസ്തു ഇത് പറയുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവന് അധികാരം കൊടുത്തു. അന്നേരം യേശുക്രിസ്തു സ്വന്തമായവരിലേക്കാണ് ആദ്യം വന്നത്. ആ സ്വന്തമായവരെന്ന് പറയുന്നത് യഹൂദന്മാരാണ്. അന്നേരം എപ്പോഴും സുവിശേഷത്തിന്റെ ഒരു ഓർഡർ എപ്പോഴും ഇങ്ങനെയായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ റോമാലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ പറയുന്നുണ്ട്, സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ ജാതിക്കുമാണ്. അന്നേരം ഈ യേശുക്രിസ്തു വന്നത് സ്വന്തമായ തന്റെ ജനത്തിന്റെ ഇടയ്ക്കാണ്. ആ യഹൂദന്മാരാണ്. ഈ യഹൂദന്മാരെന്ന് പറയുന്നത് അവരെ പിതാവ്
അനേക നാളുകളായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ പിതാവ് അനേക വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്ന വ്യക്തികളാണ് ഈ യഹൂദന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചു. അന്നേരം ദൈവം സംസാരിക്കുന്ന, ദൈവം ആകർഷിക്കുന്ന ആ യഹൂദ ജനത്തിന്റെ ഇടയ്ക്കാണ് യേശുക്രിസ്തു വന്നത്. അന്നേരം ദൈവം എങ്ങനെയാണ് ഇവരെ ആകർഷിക്കുന്നത്? അത് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായം, ഈ 6-ാമത്തെ അധ്യായമാണല്ലോ നമ്മളിത് വായിച്ചത്. ഞാൻ എല്ലാ വാക്യങ്ങളിലും ചെയ്യുന്നത് 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ തന്നെ അതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാൻ കഴിയും. ഒരു 5-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ പറയാണ്, യോഹന്നാൻ 5:37, എന്നെ അയച്ച പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടില്ല. അന്നേരം പിതാവ് സാക്ഷ്യം പറയുന്ന ഒരു ജനമാണ് ഈ യഹൂദന്മാർ, കർത്താവ് സംസാരിക്കുന്ന യഹൂദന്മാർ. അവരടുത്ത് പറയുന്നത്, പിതാവ് എന്നെ പറ്റി സാക്ഷ്യം പറയുന്നു, പിതാവ് ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നം, നിങ്ങളാണ് വിശ്വസിക്കാത്തത്, പിതാവ് പറയാത്തതല്ല, പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അടുത്ത വാക്യം പറയാം, 30-ാമത്തെ വാക്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് നിങ്ങൾ നിരൂപിക്കുന്നല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഒന്ന് പിതാവ് സാക്ഷ്യം പറയുന്നു, പുത്രനെ വിശ്വസിക്കാനായിട്ട് ഇവർക്ക് പറയുന്നു. തിരുവെഴുത്തുകൾ ഇവരുടെ സാക്ഷ്യം പറയുന്നു, പുത്രനെ വിശ്വസിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഇവർക്ക് എന്താണ്? ഇവർക്ക് വിശ്വസിക്കാൻ മനസ്സില്ല. അതൊരു പ്രശ്നം എവിടെയാണ്? ഇവർക്ക് മനസ്സില്ലാത്തതാണ് വിഷയം. എന്നിട്ട് അടുത്ത വാക്യം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, മോശ ഇവരുടെ സാക്ഷ്യം പറയുന്നു. 46-ാം വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുകയായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്നാൽ അവന്റെ എഴുത്തുകൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നിലോട്ടും വിശ്വസിക്കാൻ കഴിയും. എന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പിതാവ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിൽ വിശ്വസിക്കാൻ വേണ്ടി തിരുവെഴുത്തുകൾ വഴി പിതാവ് നേരിട്ട്, തിരുവെഴുത്തുകൾ വഴി പ്രവാചകന്മാർ വഴി ന്യായപ്രമാണ പുസ്തകങ്ങൾ കൂടി വഴിക്കുകയാണ്. ഇവരുടെ ഇടയിലേക്ക് യേശുക്രിസ്തു വന്നിട്ട് യേശുക്രിസ്തു പറയും, എന്നെ അയച്ചത് പിതാവാണ്, എന്നെ അയച്ചത് പിതാവാണ്, എന്നിൽ വിശ്വസിക്കുക എന്ന് പറയണം. ഇവരിത് വിശ്വസിക്കുന്നില്ല. ഓക്കെ. എന്നിട്ട് ഈ ഒരു ഓർഡർ താഴേക്ക് വരുമ്പോൾ പറയാണ്, ഇതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ പറയാണ്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരികയാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് നിങ്ങളുടെ അടുത്ത് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്റെ അടുക്കൽ വരാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവ് ഇങ്ങനെ ഈ രീതിയിൽ ഇടപെട്ടിട്ടല്ലാതെ നിങ്ങൾ ആർക്കും എന്റെ അടുക്കലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് ആരാണ് എന്റെ അടുക്കലേക്ക് വരുന്നത്? അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 45-ാമത്തെ വാക്യത്തിൽ പറയാണ്. അത് ഈ 45-ാമത്തെ വാക്യം ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. ഈ വാക്യങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്കുന്ന ഒരു വാക്യത്തിൽ നിന്ന് ആൾക്കാർ ഉപദേശം എടുക്കുന്നു. 44-ന്റെ 45-ൽ പറയുന്നുണ്ട്, പിതാവിനോട് കേട്ട് പഠിച്ചവർ എല്ലാം എന്റെ അടുക്കൽ വരും. പിതാവ് ആകർഷിക്കുന്നത് എങ്ങനെയാണ്? പിതാവ് ആകർഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരിലേക്ക് സെലക്ട് ചെയ്ത് അവരെ മാത്രം വിശ്വസിക്കാനായിട്ട് ശക്തി കൊടുത്ത് ആകർഷിക്കില്ല. പിതാവ് ആകർഷിക്കുന്ന പറഞ്ഞാൽ ദൈവവചനത്തിൽ കൂടി അവരെ ആകർഷിക്കുകയാണ്, ദൈവവചനത്തിൽ കൂടി അവിടുത്തെ വരാൻ പറയും, അവരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവരെ വിളിക്കുകയാണ്. അന്നേരം പിതാവിന്റെ ആകർഷിക്കുന്നതിൽ പിതാവിന്റെ അടുത്ത് കേട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരാണ് കർത്താവിന്റെ അടുത്ത് വരുന്നത്. അതാണ് അടുത്ത് വായിക്കുന്നത്, പിതാവിനോട് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും, പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാനും കഴിയത്തില്ല. അന്നേരം വളരെ ക്ലിയർ ആണ്. സുവിശേഷം കേട്ട്, സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ യഹൂദന്മാരുടെ അടുത്ത് പഴയ നിയമ പുസ്തകം കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും തിരുവെഴുത്തിൽ കൂടിയും ദൈവം യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അവരെ ആകർഷിക്കുന്നു. ആ പിതാവിന്റെ പറയുന്നത് കേട്ടിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമെന്ന് പറയുന്നതിന്റെ അർത്ഥമുള്ളൂ. ഈ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാതെ ഇതിൽ നടക്കുന്ന ഒരു വാക്യം എടുത്തിട്ട് പിതാവ് ആകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണലി ചില ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അങ്ങനെയാണ് ആകർഷിക്കുന്നത് പറയുന്നതിലുള്ള വ്യത്യാസമുള്ളൂ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ യേശുക്രിസ്തു ആകർഷിക്കുന്ന കാര്യം പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അന്നേരം എങ്ങനെയാണ് യേശുക്രിസ്തു ആകർഷിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി കഴിഞ്ഞപ്പോൾ സുവിശേഷം ആൾക്കാരിലേക്ക് പോകുന്നു, സുവിശേഷം കേൾക്കുന്നവരെ ദൈവം ആകർഷിക്കുന്നു, സുവിശേഷത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നവർ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നു. അന്നേരം ഈ പിതാവ് ആകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൽ കൂടി അല്ലെങ്കിൽ തിരുവെഴുത്തിൽ കൂടി ആകർഷിക്കുന്നു മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. പിതാവിനോട് ആകർഷിക്കപ്പെടുന്നവരാരാണ്? ആ പിതാവിനോട് കേട്ട് പഠിച്ചവരാണ്, അവരാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നത്. അത് വളരെ ലളിതമായിട്ടുള്ള വാക്യമാണ്. ഇവിടെ എന്നും കർത്താവ് ചില ആൾക്കാരെ മാത്രമായിട്ട് വരും. അന്നേരം ഇനി സുവിശേഷം കേൾക്കാത്ത ആൾക്കാരെന്താണ് വിശ്വസിക്കാത്തത് അവർ വിശ്വസിക്കാത്ത അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവരെ ന്യായവിധിക്ക് യോഗ്യനാക്കുന്നത്. അന്നേരം അവർക്ക് വിശ്വസിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട് അവർക്ക് കഴിവ് കൊടുക്കാത്തവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരെ ന്യായവിധിക്ക് യോഗ്യനാക്കുന്നത്? അന്നേരം ആകർഷിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അകത്ത് കയറി അയാളുടെ ഹൃദയം ചേഞ്ച് ചെയ്ത് അയാളുടെ സ്വഭാവം മാറ്റി അയാളെ പുതിയ സൃഷ്ടിയാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിച്ച് അവരുടെ അടുത്ത് കർത്താവിലേക്ക് വരാനായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആകർഷിക്കുക എന്നുള്ളതിന്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇത് യഹൂദന്മാരോടാണോ ഇത് പറയുന്നത് അല്ലേ? യഹൂദന്മാരോടാണോ ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം.
അവിടെ പറഞ്ഞിരിക്കുന്ന ആ അടുത്താണ്. അല്ല, എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ഗാസ, പലസ്തീന്, ഒത്തിരി നോർത്ത് കൊറിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനത്തുള്ള എല്ലാവരുടെക്കും സുവിശേഷം ചെല്ലുന്നില്ലല്ലോ, അല്ലേ? സുവിശേഷം ചെല്ലണം. സുവിശേഷം ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അവരൊക്കെ നമ്മുടെ ഒത്തിരി പറയാനില്ല. എല്ലായിടത്തും സുവിശേഷം പറയണമെന്നില്ല. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ല സുവിശേഷം അവരൊക്കെ പറയാന്നുള്ളത്. ഒത്തിരി മില്യൺസോ ആൾക്കാർ മരിച്ചു പോയില്ല, അവരെല്ലാം സുവിശേഷം അത് സുവിശേഷം കേൾക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുവിശേഷം കേൾക്കാത്ത ആൾക്കാര് അത് വേറെ, അവരെ ദൈവം ന്യായം വിധിക്കുന്നത് സുവിശേഷം കേൾക്കാത്ത ആൾക്കാരെ എങ്ങനെ ന്യായം വിധിക്കുന്നുള്ള റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാനത് റോമാലേഖനം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. സുവിശേഷം കേൾക്കാത്ത ആൾക്കാരെ ദൈവം അവരുടെ മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വിധിക്കും. അത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന അവർക്ക് ലഭിച്ച ആ സുവിശേഷം കേൾക്കാത്ത ആൾക്കാർക്കുള്ള റെവലേഷൻ എന്താണ്? റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ അത് ഞാനത് എടുത്തതാണ് പഠിപ്പിച്ചത്. അവരുടെ ദൈവം തന്റെ സൃഷ്ടിയിൽ കൂടി, തന്റെ ക്രിയേഷനിൽ കൂടിയും അവരുടെ കോൺഷ്യസിൽ കൂടിയും ദൈവത്തെ പറ്റിയുള്ള വെളിപാട് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവം ആർക്കും കൊടുക്കാതിരിക്കുന്നില്ല. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. സുവിശേഷം ഈ രീതിയിൽ എല്ലായിടത്തും എത്തുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. എന്നാൽ ദൈവത്തെ പറ്റിയുള്ള ഒരു കോൺഷ്യസിലുള്ള ബോധ്യവും ക്രിയേഷനിൽ കൂടിയും കോൺഷ്യസിൽ കൂടിയും ദൈവം അവരുടെ അടുത്ത് ഇടപെടുന്നു. ദൈവത്തിൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ ദൈവം അവരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുകയും അവരുടെ റെസ്പോൺസ് അനുസരിച്ച് ദൈവം അവരെ ന്യായം വിധിക്കുകയും ചെയ്യുന്നതാണ് റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരു വിഷയമാണ്. സുവിശേഷം കേൾക്കാത്തവരെ എങ്ങനെ ന്യായം വിധിക്കുന്നത്? സുവിശേഷം കേട്ടവരുടെ കാര്യമാണ് ദൈവനം പഠിപ്പിക്കുന്നത്. സുവിശേഷം കേട്ടവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് അവർ ന്യായം. സുവിശേഷം കേൾക്കാത്തവരെ ദൈവം അവരുടെ മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടവരെ ന്യായം വിധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ദൈവം എങ്ങനെ ന്യായം വിധിക്കണം? ചോദ്യം വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് അഡ്രസ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു വാക്യമാണ് എല്ലാരും ഇങ്ങനെ പറയുന്ന. പിതാവ് എല്ലാരെയും കൊണ്ടുവന്നില്ല, കുറച്ചുപേരെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ എല്ലാരും ഇങ്ങനെ സുവിശേഷം എന്റെ ഒരു ഗസിങ് ആട്ടോ, എല്ലായിടത്തും സുവിശേഷം ചെല്ലുന്നോണ്ടൊന്നോ എനിക്കൊരു സംശയം. അങ്ങനെയൊക്കെ. പിന്നെ വിശ്വസിക്കുകയും സ്നാനം എടുക്കുന്നവൻ രക്ഷിക്കപ്പെടുമ്പം പിന്നെ അത് ജഡികന്മാര് കുറിച്ചാണ് അവിടെ പറയുന്നത്. ജഡികന്മാരെന്നൊരു സഭയിൽ വരാൻ പറ്റുമോ? അല്ല, സോറി, എന്റെ ചോദ്യം മനസ്സിലായില്ല. ജഡീകന്മാര് രക്ഷിക്കപ്പെട്ടവരാണ് ജഡീകന്മാരെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ജഡീകന്മാർ, ബൈബിൾ ജഡീകന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് രക്ഷിക്കപ്പെട്ടവരെ പറ്റിയാണ്. അത് രക്ഷിക്കപ്പെടാത്തവരെ ജഡീകർ എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നില്ല. പ്രാകൃതന്മാരെന്നാ പറയുന്നത്. പ്രാകൃതന്മാരെന്നാണ്. രക്ഷിക്കപ്പെട്ട നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. ജഡീകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരാണ്. രക്ഷിക്കപ്പെട്ടവരാണ് ജഡീകർ. പൗലോസ് സഭയിലുള്ള കൊരിന്ത് സഭയിലുള്ളവരുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജഡീകരാണ് എന്ന് പറയുമ്പോൾ ആ സഭയിലെ രക്ഷിക്കപ്പെട്ട ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരെ പറ്റി. പിന്നെ ഈ മെന്റലി റിട്ടാർഡ് ഇങ്ങനെ മാനസിക രോഗികളൊക്കെ അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് കുഴപ്പമില്ലല്ലോ, അല്ലെ? ബൈബിളിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് ബൈബിളിൽ എല്ലാ ചോദ്യത്തിനും മറുപടി ക്ലിയർ ആയിട്ട് നമ്മളുടെ ഉദ്ദേശിക്കുന്ന പോലെ എഴുതിയിട്ടൊന്നുമില്ല. പല കാര്യങ്ങളും ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളതാകുന്നു, വെളിപ്പെട്ട് കിട്ടിയത് നമ്മൾക്കും നമ്മുടെ മക്കൾക്കും അനുസരിക്കാനുള്ളതാകുന്നു. ആവർത്തന പുസ്തകത്തിൽ വാക്യമാണ്. അന്നേരം മെന്റലി റിട്ടാർഡ് ആൾക്കാർ, അതുപോലെ തന്നെ ജനിക്കുമ്പോൾ മരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവരുടെ കാര്യം ദൈവം ഒരു നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവത്തിന് ഇവരെ പറ്റി നമ്മളെക്കാൾ കൺസേൺ ഉണ്ട്. ഇപ്പം യോനാടത്ത് പറയുന്നുണ്ട്, ഈ കരിവലയത്തിനെ പറ്റി നീ ഇത്രയും കൺസേൺ ആണെങ്കിൽ ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത ഇത്രയും മനുഷ്യരെടുത്ത് ഞാൻ കൺസേൺ ഉള്ളവനല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ദൈവം ഒരു നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം നീതിയോടെ ന്യായം വിധിക്കും. അത്രയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളിലൊന്നും ദൈവം വെളിപ്പെടുത്തില്ല. ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം ഉണ്ടാക്കാനായിട്ട് ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ആ കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അവരെ നമ്മളെക്കാൾ കൂടുതൽ കൺസേൺ ഉള്ളവരാണ്. നമുക്ക് അങ്ങ് അവരെ പറ്റി ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ദൈവം അവരെ നമ്മളെക്കാൾ കൂടുതൽ കൺസേൺ ഉള്ളവരാണ്. ദൈവം അവരെ യഥാർത്ഥത്തിൽ കർത്താവ് അവരെ എൻ്റെ ഒരു ബോധ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ദൈവം അവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുള്ള തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാനത് ബൈബിളിൽ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങളെ പറ്റി അഡ്രസ് ചെയ്യാത്തതുകൊണ്ട് അത് ഉപദേശമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശം ഉണ്ടാക്കി അതിന്റെ മേളിൽ ബാക്കിയുള്ള ഉപദേശങ്ങളോട് ബിൽഡ് ചെയ്യുമ്പോഴാണ് ദുരുപദേശങ്ങളുണ്ട്. ഞാനേ നമ്മുടെ ലൂക്കാസിന്റെ സുവിശേഷത്തിലെ ഈ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ, ഈ സണ്ണിനെ പറ്റി പറയുന്നത് ഇതൊരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലാണ്. അതായത് ഈ സണ്ണിനെ പറ്റി പറയുന്നത് ഇവൻ മരിച്ചവനായിരുന്നു എന്ന് തന്നെയല്ലേ പറയുന്നത്? അതെ,
മരിച്ചവൻ അതെ. എന്നാ പറഞ്ഞു? ഇവന് കിട്ടിയ ഈ വെളിപ്പാട് അല്ലെങ്കിൽ ഇവന്റെ മരണത്തിൽ ഇവനോട് സംസാരിച്ചിട്ടുള്ളത് ഇവന്റെ സോളാണോ ശരിക്കും? അങ്ങനെയാണ് ആ, അതിന്റെ അതെ, അവിടെ അത് വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഈ മരിച്ച ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും, അത് തെറ്റാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രൂഫുള്ള ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. അതിലവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വെൻ ഹി കെയിം ടു ഹിസ് സെൻസസ്, അവന് ബോധം വന്നിട്ട് അവൻ പറയാണ്, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു കഴിച്ചിരിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. എന്നിട്ട് അവൻ പറയണേ, ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്നിട്ട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകന്റെ ഞാൻ യോഗ്യനല്ല എന്ന് പറയും എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മരിച്ചൊരു അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കോണ്ടക്സ്റ്റിൽ പിതാവിൽ നിന്ന് വേർപെട്ടു പോയ മരിച്ച ഒരു അവന് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്യുന്നതാണ്. അവൻ എഴുന്നേൽക്കുന്നു. ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരുത്തന് അവന്റെ കോൺഷ്യസിലെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കുന്നല്ലേ നമ്മളെ ശരിക്കും? ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ഈ ദൈവാത്മാവ് നഷ്ടപ്പെട്ട കോൺഷ്യസ് ഉള്ള ഒരുത്തന്റെ അടുത്ത് ദൈവം അവന്റെ അടുത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ അടുത്ത് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ അവന് കഴിയും. ദൈവം ഇവന്റെ അടുത്ത് ഇടപെടുകയാണ്. ഇത് രണ്ട് രീതിയിലാണ് ഇടപെടുന്നത്. ഒന്ന് തിരുവഴുത്തിൽ കൂടിയും ഒന്ന് മനസാക്ഷിയിൽ കൂടിയും. അത് റോമാലേഖനത്തിൽ പറഞ്ഞു. ഈ രണ്ട് രീതിയിലും മനുഷ്യന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. ഈ റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഉദ്ദേശം. മനുഷ്യൻ ദൈവത്തെ എന്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതല്ല, ദൈവത്തിന്റെ വെളിപ്പാടുകളുണ്ട്. ദൈവമാണ് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:14 പറഞ്ഞിരിക്കുന്നത്, ദൈവം അവനെ നൽകുവാൻ തക്കാൻ ലോകത്തെ സ്നേഹിച്ചു, ദൈവം അവനെ അയച്ചു, യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തി, ദൈവം മനസാക്ഷിയിൽ കൂടി സൃഷ്ടിയിൽ കൂടി ദൈവം മനുഷ്യർക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഇടപാടുകളോട് മനുഷ്യന് അവന്റെ മനസാക്ഷിയിൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിയും, അവന്റെ കോൺഷ്യസിൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. ആ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം ഇനിഷ്യേറ്ററും മനുഷ്യർ റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തിയും. ഈ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ദൈവം അവന് റെസ്പോൺസിബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഈസ് അക്കൗണ്ടബിൾ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അവന് എക്സ്ക്യൂസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം കേട്ട വ്യക്തികളുടെ കാര്യമല്ല റോമാലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ജാതികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എക്സ്ക്യൂസ് ഇല്ല, അവർക്ക് പ്രതിവാദമില്ല. കാരണം എന്താണ്? ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയേണ്ടത് ദൈവം അവർക്ക് പല രീതിയിൽ വെളിപ്പെടുത്തുന്നു. അതിനോട് മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യണോ ദൈവം ആവശ്യപ്പെടുന്നു. റെസ്പോണ്ട് ചെയ്യാത്തവരെ ദൈവം ശിക്ഷിക്കും. അത് സുവിശേഷം കേട്ടവരെ ആണെങ്കിലും അല്ലാത്തവരെ ആണെങ്കിലും ദൈവം പല രീതിയിലാണ് അതിന്റെ ജഡ്ജ്മെന്റ് എന്നുള്ളത്. അതും റോമാലേഖനത്തിൽ പറയുന്നത്. സുവിശേഷം കേട്ടവരെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അല്ലാത്തവരെ മനസാക്ഷിയിൽ ദൈവം കൊടുത്ത വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ. ക്ലിയർ ആണ്.